ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങൾക്ക് സ്വാഗതം. അടിയൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീമദ് ഭാഗവതം നമുക്ക് തുടരാം. ഇന്നലെ നമ്മൾ മൂന്നാമത്തെ സ്കന്ധത്തിൽ ബ്രഹ്മദേവൻ്റെ സൃഷ്ടികളെക്കുറിച്ചായിരുന്നു പഠിച്ചത്. തമിശ്രം, അന്ധതമിശ്രം, തമസ്, മോഹ, മഹാമോഹ, ഇതൊക്കെയായിരുന്നു പഠിച്ചത്. എല്ലാവർക്കും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ബോധത്തിൻ്റെ പല പല തലങ്ങളാണ് ഇന്നലെ നമ്മൾ പഠിച്ചത്. അജ്ഞാനത്തിൻ്റെ പല പല ആവരണങ്ങൾ. അജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും അജ്ഞാനത്തിലാണിപ്പോൾ. നമ്മൾ കേൾക്കാറില്ലേ, ഓം അജ്ഞാനതിമിരന്തസ്യ. അതായത് ഈ അജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരാണെന്നുള്ള യഥാർത്ഥ അറിവ് നമുക്കില്ല. വേറെ ഏതോ ഒരു അറിവ് നമ്മളെ മറയ്ക്കുകയാണ്, നമ്മുടെ ബോധത്തെ. ആ ബോധത്തിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. അത് കാരണം നമുക്ക് ഭഗവാനെക്കുറിച്ച് ഓർക്കാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ ഈ ശരീരത്തെക്കുറിച്ചുള്ള ചിന്തകളാണ് നമ്മുടെ ഉള്ളിലുള്ളത്. ഈ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട ബന്ധങ്ങൾ, ഈ ചുറ്റുപാടുകൾ, ഇത് തന്നെയാണ് നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുന്നത്. അത് കാരണം നമുക്ക് ഇതിനപ്പുറത്തായിട്ട് നമുക്കൊരു അസ്തിത്വമുണ്ട് എന്ന് നമുക്ക് ചിന്തിക്കാൻ ഒരിക്കലും കഴിയുന്നില്ല, അല്ലേ? അത് കാരണമാണ് നമ്മളിവിടെ വീണ്ടും വീണ്ടും ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നലെ പഠിച്ചത്. അന്നേരം ഇത് സൃഷ്ടിയുടെ ആരംഭഘട്ടത്തിൽ തന്നെ ഈ അജ്ഞാനത്തിൻ്റെ പല പല ലെയേഴ്സ്, അതായത് ഏറ്റവും മഹാമോഹ എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജിലേക്ക് ഇരിക്കുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ലോകമാണ് എല്ലാം. ഇതിനപ്പുറത്തായിട്ട് അവർക്കൊന്നും ചിന്തിക്കാൻ താല്പര്യമില്ല. അതൊക്കെ നമ്മൾ പഠിച്ചു, അല്ലേ? തമിശ്രം, അന്ധതമിശ്രം, തമസ്, മോഹ, മഹാമോഹ എന്ന് പറയുന്ന ഇതൊരിക്കലും നമ്മൾ മറന്നു പോകരുത്. കാരണം ഇതാണ് യഥാർത്ഥ പ്രശ്നം. നമുക്ക് ഭഗവാനെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിലും അതൊന്നും അകത്തോട്ട് കയറി പോകാത്തതിൻ്റെ മെയിൻ പ്രശ്നം ഈ 5 കാര്യങ്ങളാണ്. ഇനി എന്തായാലും നമുക്ക് ഇന്നത്തെ ചർച്ച ആരംഭിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികേ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓമജ്ഞാനതിമിരന്തസ്യ ജ്ഞാനാഞ്ജനശലാഘായ ചക്ഷുരുർമിലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകദാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോം ശ്രീയുതാപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനാസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാന്വിതം ശ്ച. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാകസ്വാമിനിതി നാമിനി. ആചാര്യപാദായ തായ കൃപപ്രദായിനി ഗൗരകഥാധാവതായ നഗരഗ്രാമതാരിണി. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്തസ്വാമിനിതി നാമിനി. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷശൂന്യവാദി പാശ്ചാത്യദേശധാരിണി. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിസിദ്ധാന്ത സരസ്വതീതി നാമിനി. ശിവാശവാനവീ ദേവി ദേതായ കൃപാബ്ദേ കൃഷ്ണസംബന്ധ വിജ്ഞാനദായിനി പ്രഭുന. മാധുര്യോജ്ജലപ്രേമാഢ്യ ശ്രീരൂപാനുഗഭക്തിദ ശ്രീഗൗരകരുണാ ശക്തി വിഗ്രഹായ നമോസ്തുതേ.
नमस्ते गौरवाणी श्रीमूर्ते दीनतारिणे रूपानुगविरसिद्धान्तहारिणे नमो गौरकिशोराय साक्षाद्वैराग्यमूर्तये विप्रलम्बरसाम्भोधे पादाम्बुजायिते नमो भक्तिविनोदाय सच्चिदानन्दनामिने गौरशक्तिस्वरूपाय रूपानुगवरायिते गौराविर्भावभूपेस्तं निर्दिष्टसज्जनप्रिया वैष्णवसर्वोमा श्रीजगन्नाथायिते नमो महावदन्याय कृष्णप्रेमप्रदायते कृष्णाय कृष्णचैतन्यनामिने गौरद्विषे नमः पञ्चतत्त्वात्मकं कृष्णं भक्तरूपस्वरूपकं भक्तावतारं भक्ताख्यं नमामि भक्तशक्तिकं वाञ्छाकल्पतरुभ्यश्च कृपासिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। हे कृष्ण करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिका कान्त राधा कान्त नमोऽस्तुते। जयदां सुरदो भङ्गोर्मम मन्दमतेर्गति मत्सर्वस्य पादाम्बोजो राधामदनमोहनो दिव्यवृन्दारण्यकल्पद्रुमद श्रीमद्रत्नाकरसिंहासनस्थो श्रीमद्राधा श्रीलगोविन्ददेवो प्रेष्ठारम्भे सेव्यमानो स्मरामि। श्रीपण्डासरसारम्भी वंशीवरत्तरस्थिता कर्षन् वेणुस्वनेन गोपीनाथश्रीस्तुना तप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये प्रणमामि हरिप्रिये प्रणमामि हरिप्रिये। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासंदी गौरभक्तवृंद। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासंदी गौरभक्तवृंद। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। हरे कृष्ण 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 हरे हरे राम राम हरे हरे। हरे कृष्ण 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 हरे राम राम हरे हरे। मूकं करोति वाचालं पङ्गुं लङ्घयति यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरं। हरि ओं तत्सत्। ശ്രീമദ് ഭാഗവത്തിലെ 3-ാമത്തെ സ്കന്ധം 20-ാമത്തെ അധ്യായമാണ് ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തത്. നമുക്ക് ഇനി അടുത്ത അധ്യായത്തിലേക്ക് ആരംഭിക്കാം. 21-ാമത്തെ അധ്യായം. ഈ 21-ാമത്തെ അധ്യായത്തിൽ 56 ശ്ലോകങ്ങളാണുള്ളത്. ഇവിടെ സ്വയംഭൂ മനു കർദമ പ്രജാപതിയെ കാണുന്ന ഒരു ഭാഗമാണ്. നമുക്ക് ചർച്ച തുടരാം. വിതുരൗവാച. അന്നേരം ഇതിൽ ചില അധ്യായങ്ങളിൽ ഭഗവാനെക്കുറിച്ചുള്ള സംവാദമല്ലെന്ന് നമുക്ക് തോന്നും. പക്ഷെ അല്ല. ശ്രീമദ് ഭാഗവത്തിലെ ഓരോ അധ്യായം ഓരോ ശ്ലോകങ്ങളും ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് ആചാര്യന്മാരുടെ ആ ഒരു എക്സ്പ്ലനേഷനിലൂടെ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. നമുക്ക് എന്തായാലും ചർച്ച തുടരാം. വിദുര ഉവാച സ്വയംഭൂവസ്യ ച മനോർവംശ പരമസമ്മത കഥയതാം ഭഗവൻ യത്ര മൈഥുനേതിരേ പ്രജ. അപ്പോൾ വിദുരർ പറഞ്ഞു, സ്വയംഭൂ മനുവിൻ്റെ ആ വംശം വളരെ ഉന്നതമാണ്. ഇവിടെ മൈത്രഋഷിയെടുത്ത് വിദുരർ അഭ്യർത്ഥിക്കുകയാണ്, ആ സ്വയംഭൂ മനുവിൽ നിന്ന് വന്ന ആ വംശത്തെക്കുറിച്ച് അങ്ങ് പറഞ്ഞു തരാമോ എന്ന് അഭ്യർത്ഥിക്കുകയാണ്. പ്രിയവ്രത ഉത്താനപാദോ സുത സ്വയംഭൂവസ്യ വൈ യഥാധർമ്മം ജുഗുപതോ സപ്തദ്വീപാവതീം മഹീം. അന്നേരം സ്വയംഭൂ മനുവിൻ്റെ 2 പ്രധാനപ്പെട്ട പുത്രന്മാരാണ് പ്രിയവ്രതനും ഉത്താനപാദനും. അവർ ഈ ലോകം ഭരിച്ചിരുന്നു. ഈ 7 സമുദ്രങ്ങളും 7 ദ്വീപുകളും അടങ്ങിയ ഈ ഭൂമണ്ഡലം ധർമാനുസൃതമായിട്ട് അവർ ഭരിച്ചിരുന്നു. തസ്യ വൈ ദുഹിത ബ്രഹ്മൻ ദേവഹൂതീതി വിശ്രുത
പത്നി പ്രജാപതിരുക്ത കർത്തമസ്യ ത്വയാനഘ. ബ്രാഹ്മണശ്രേഷ്ഠ, പാപരഹിതനായ മൈത്രി ഋഷി, അങ്ങ് ദേവഹൂതി ദേവിയെക്കുറിച്ച് പറഞ്ഞിരുന്നു. സ്വയംഭൂമനുവിൻ്റെ മകളായ ദേവഹൂതി ദേവിയെക്കുറിച്ച്, കർദമ പ്രജാപതിയുടെ ഭാര്യ. അദ്ദേഹം അവരെക്കുറിച്ച് നമുക്ക് പറഞ്ഞു നൽകാമോ എന്ന് ചോദിക്കാം. തസ്യം സ വൈ മഹായോഗി യുക്തായാം യോഗലക്ഷണൈ സസർജാ കദിതാ വീര്യം തന്മേ ശുശ്രൂഷവേ വദ. കർദമ പ്രജാപതിക്കും ദേവഹൂതി ദേവിക്കും എത്ര കുട്ടികളായിരുന്നു ഉണ്ടായത്? അദ്ദേഹത്തിന് എല്ലാവിധ സിദ്ധികളും ഉണ്ടായിരുന്നു ഞാൻ കേട്ടിരിക്കുന്നു. ആ കർദമ പ്രജാപതിയെക്കുറിച്ച് ഞാൻ കൂടുതൽ കേൾക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് വിതുരർ ചോദിക്കുന്നു. രുചിര്യോ ഭഗവൻ ബ്രഹ്മൻ ദക്ഷോ വാ ബ്രഹ്മണസുധ യഥാ സസർജ ഭൂതാനി ലദ്വാ ഭാര്യാം ച മാനവീം. മഹർഷേ, രുചിയും ദക്ഷനും ബ്രഹ്മദേവന്റെ പുത്രന്മാർ എന്നിട്ട് ഇവിടെ സൃഷ്ടിയുടെ ആരംഭത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞില്ലേ. ആദ്യത്തെ സൃഷ്ടി സർഗം എന്നാണ് പറയുന്നത്. പിന്നെ രണ്ടാമത്തെയാണ് വിസർഗം. അതായത് പ്രകൃതിയുടെ എല്ലാ മൂലകങ്ങളും ഭഗവാന്റെ നോട്ടത്തിലൂടെ തയ്യാറായി ഭഗവാൻ ബ്രഹ്മാണ്ടത്തിനുള്ളിൽ പ്രവേശിച്ചതിന് ശേഷം പിന്നെ ഭഗവാന്റെ നാഭിയിൽ നിന്ന് ബ്രഹ്മദേവൻ വരുന്നു. അതാണ് ആദ്യത്തെ ഘട്ടം സൃഷ്ടിയുടെ. രണ്ടാമത്തെ ഘട്ടമാണ് ഇവിടെ പ്രജാപതിമാരിലൂടെ എങ്ങനെ സ്വയംഭൂ മനുവിലൂടെയും സൃഷ്ടി മുന്നോട്ട് നടക്കുന്നുവെന്നും. എന്നിട്ട് ഇവിടെ ബ്രഹ്മദേവന്റെ സൃഷ്ടിയിൽ വന്ന പ്രജാപതിമാർ രുചിയും ദക്ഷൻ, ഇവർ രണ്ടുപേരും എങ്ങനെയാണ് അവരുടെ ഭാര്യമാരിലൂടെയും അതുകൂടാതെ സ്വയംഭൂ മനുവിൻ്റെ 2 പെൺകുട്ടികളിലൂടെയും എങ്ങനെയാണ് ഈ സൃഷ്ടി മുന്നോട്ട് നടന്നത് എന്നതിനെക്കുറിച്ച് പറയാം. അതിലൂടെ പ്രഭുപാദജി പറയുന്നു, ഇവരെല്ലാം പ്രജാപതിമാരെന്നാണ് പറയുന്നത്. ബ്രഹ്മദേവനും പ്രജാപതിയാണ്, അദ്ദേഹത്തിൻ്റെ പുത്രന്മാരും. സ്വയംഭൂ മനുവും ഒരു പ്രജാപതിയാണ്. പ്രജാപതി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അവർക്ക് ഒരുപാട് പ്രജകളെ ഈ ലോകത്ത് കൊണ്ടുപോകാനുള്ള ശക്തിയുണ്ട്. അപ്പോൾ അവരുടെ വംശം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അന്നേരം അവരിലൂടെയാണ് ഈ ഭൂമിയിൽ മനുഷ്യരെല്ലാവരും വന്നിരിക്കുന്നത്. മനുഷ്യരും ദേവന്മാരും എല്ലാവരും. അവർ സാധാരണ മനുഷ്യരല്ല, ഒരുപാട് ശക്തിയുള്ളവരാണ്. എന്നിവിടെ പറയുന്നു, സ്വയംഭൂ മനു ഒരു പ്രജാപതിയാണ്. സ്വയംഭൂ മനു 2 പുത്രിമാരുണ്ട്, ആഹൂതി, പ്രസൂതി. പ്രജാപതി രുചി ആഹൂതിയാണ് വിവാഹം കഴിച്ചത്, ദക്ഷൻ പ്രസൂതിയും. എന്നിട്ട് അവരിലൂടെയാണ് ഈ ബ്രഹ്മാണ്ടത്തിൽ പല പല ജനങ്ങളും പല പല സ്ഥാനങ്ങൾ നിർവഹിച്ചത്. അന്നേരം ഈ ഒരു സൃഷ്ടി എങ്ങനെ മുന്നോട്ടുണ്ടായി എന്നതിനെക്കുറിച്ചാണ് വിതുരർ മൈത്രി ഋഷിക്ക് ചോദിക്കുന്നത്. മൈത്രേയോവാച പ്രജാസൃജേതി ഭഗവാൻ കർദമോ ബ്രഹ്മണോദിത സരസ്വത്യാം തപസ്തേപേ സഹസ്രാണം സമദശ. അന്നേരം മൈത്രി ഋഷി പറയുന്നു, ബ്രഹ്മദേവന്റെ നിർദ്ദേശപ്രകാരം പ്രജ ഉൽപാദനത്തിനായിട്ട് കർദമ പ്രജാപതി സരസ്വതി നദീതീരത്ത് 10,000 വർഷങ്ങളോളം തപസ് ചെയ്യുകയാണ്. തഥാ സമാധിയുക്തേന ക്രിയായോഗേന കർദമ സംപ്രപേദേ ഹരിം ഭക്ത്യാ പ്രപന്നാവരദാശുഷം. ആ തപസ് ചെയ്യുന്നതിൻ്റെ ആ സമയത്ത് കർദമ ഋഷി പരിപൂർണമായിട്ടും ധ്യാന നിമഗ്നായിട്ടിരിക്കുകയായിരുന്നു. ഭഗവാനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാവർക്കും അവരുടെ ഇഷ്ടമുള്ള വരം നൽകുന്ന ആ ഭഗവാനെ സംരക്ഷകനായിട്ട് എല്ലാവിധ ആപത്തിൽ നിന്നും രക്ഷപ്പെടുത്താനും എല്ലാ കാര്യങ്ങൾക്കും അനുഗ്രഹത്തിനായിട്ടും കർദമ പ്രജാപതി ധ്യാനിക്കുക.
താവത് പ്രസന്നോ ഭഗവാൻ പുഷ്കരാക്ഷാകൃതേ യുഗേ ദർശയാം ആസതം ശക്ത ശബ്ദം ബ്രഹ്മ ദദാത്വപു. ഇത് നടക്കുന്ന സത്യയുഗത്തിലാണെന്ന് ഇവിടെ പറയുന്നു. ആ സത്യയുഗത്തിൽ ഭഗവാൻ, സന്തുഷ്ടനായ കമൽനയനായ ഭഗവാൻ കർദമ പ്രജാപതിയുടെ മുമ്പിൽ ദർശനം നൽകി. അദ്ദേഹത്തിന് ഭഗവാന്റെ അതീന്ദ്രിയ രൂപത്തെ ദർശനം നൽകി. വേദങ്ങളിലൂടെ മാത്രം ഭഗവാനെ മനസ്സിലാക്കാൻ കഴിയുന്ന ആ ഭഗവാന്റെ സ്വരൂപം, അതീന്ദ്രിയ രൂപത്തെ അവിടെ കാണുകയാണ്. സതം വിരജം അർക്കഭം സിതപത്മോത്പലസ്രജം സ്നിഗ്ധ നീലകാവ്രാത വക്ത്രാബ്ജം വിരജോംബരം. കർദമ പ്രജാപതി ഭൗതിക മാലിന്യങ്ങളൊന്നും ഇല്ലാത്ത ആ ഭഗവാനെ കണ്ടു. ഭഗവാന്റെ അതീന്ദ്രിയ രൂപത്തെ കണ്ടു. സൂര്യനെ പോലെ തേജസ്വിയായിട്ട് നിൽക്കുന്ന ഭഗവാന്റെ സുന്ദര രൂപം. ഭഗവാന്റെ കഴുത്തിൽ വെള്ള താമര പൂക്കൾ കൊണ്ടുള്ള ഒരു മാലയുണ്ടായിരുന്നു. വെള്ള താമരകളും പിന്നെ മുല്ലപ്പൂവിൻ്റെയും, ഇത് രണ്ടും കൂടെ ചേർത്ത മാലയുണ്ടായിരുന്നു ഭഗവാന്റെ കഴുത്തിൽ. ഭഗവാൻ മഞ്ഞ പീതാംബരം ധരിച്ചിരിക്കുന്നു. പിന്നെ ഭഗവാന്റെ സുന്ദരമായിട്ടുള്ള മുഖം, ഭഗവാന്റെ ചുരുണ്ട മുടി, അതൊക്കെ കാണുകയാണ് കർദമ പ്രജാപതി. കിരീടിനം കുണ്ടലിനം ശംഖചക്രഗദാധരം ശ്വേതോത്പല ക്രീഡനകം മനസ്പർശ സ്മിതേക്ഷണം. അതിസുന്ദരമായിട്ടുള്ളൊരു കിരീടവും കുണ്ടലങ്ങളും ഭഗവാൻ ധരിച്ചിരിക്കുന്നു. ഭഗവാന്റെ കയ്യിൽ ശംഖചക്ര ഗദാപത്മമുണ്ട്. എന്നിട്ട് കയ്യിൽ താമരയുമുണ്ട്. ഭഗവാൻ നന്നായി മന്ദഹസിച്ചുകൊണ്ട് കർദമ പ്രജാപതിയെ നോക്കുകയാണ്. എല്ലാ ഭക്തരുടെയും ഹൃദയത്തെ കവരുന്ന രീതിയിൽ ഭഗവാന്റെ ആ സുന്ദര രൂപം കർദമ പ്രജാപതി കണ്ടു. വിനയസ്താചരണാംഭോജം അംശദേശേ ഗരുത്മത ദൃഷ്ട്വാ കേ അവസ്ഥിതം വക്ഷ ശ്രിയം കൗസ്തുഭകന്ധരം. ഭഗവാന്റെ വക്ഷസ്ഥലത്തുള്ള ആ ശ്രീവത്സത്തെ കാണുകയാണ്. കൗസ്തുഭ മണിയും കണ്ടു, കഴുത്തിൽ ഇങ്ങനെ ധരിച്ചിരിക്കുന്നതായിട്ട്. ഭഗവാൻ ഭൂമിയിൽ സ്പർശിച്ചില്ല. ഭഗവാൻ ഒരു കാല് ഗരുഡൻ്റെ പുറത്തിങ്ങനെ വെച്ചിരിക്കുകയാണ്. ഗരുഡൻ്റെ തോളത്തിങ്ങനെ കാല് വെച്ചിട്ട് ഭഗവാൻ ഇങ്ങനെ നിൽക്കുകയാണ് പറയുന്നത്. രണ്ട് കാലുകളും, അതായത് ഗരുഡൻ്റെ മുകളിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഭഗവാൻ. ജാതഹർഷോപതന്മൂർധ്നാക്ഷിതോ ലബ്ധമനോരഥ ഗിർഭിസ്ത്വാഭിഗൃണാത് പ്രീതി സ്വഭാവാത്മകൃതാഞ്ജലി. ഭഗവാനെ നേരിട്ട് മുന്നിൽ കണ്ടപ്പോൾ കർദമ പ്രജാപതിക്ക് ഒരുപാട് സന്തോഷം തോന്നി. കാരണം അദ്ദേഹത്തിൻ്റെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കപ്പെട്ടു. അദ്ദേഹം സാഷ്ടാംഗം നമസ്കരിച്ചു ഭഗവാന്റെ മുമ്പിൽ. ഭഗവാനോട് ഒരുപാട് സ്നേഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു, ഭക്തി ഉണ്ടായിരുന്നു. ഭഗവാനെ സ്തുതിക്കാൻ ആരംഭിച്ചു. ഋഷിരുവാച. ഇനി കർദമ പ്രജാപതിയുടെ സ്തുതികളാണ്. ജുഷ്ടം ബദാദ്യാഖിലധ സത്വരാശ്രയ സാംസിദ്ധ്യം അക്ഷണോസ്തവ ദർശനം ന യദ്ദർശനം ജന്മഭിരീത്യാ സദ്ഭിർ അശാസതേ യോഗിനോ രൂഢയോഗ. കർദമ പ്രജാപതി പറഞ്ഞു, എനിക്ക് ലഭിച്ച കാഴ്ചശക്തി ഇന്ന് പരിപൂർണമായി. കാരണം കാഴ്ച ഉള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാഴ്ച അങ്ങയുടെ ഈ സുന്ദരമായിട്ടുള്ള രൂപത്തെ കാണുക എന്നതാണ്.
അങ്ങ് തന്നെയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാം അസ്തിത്വം, അതിൻ്റെ എല്ലാം ഉറവിടം. അങ്ങേ നേരിട്ട് കാണുക തന്നെയാണ് ഏറ്റവും വലിയ സൗഭാഗ്യം. എത്രയോ എത്രയോ ജന്മങ്ങളായിട്ട് തപസ് ചെയ്യുന്ന, വളരെ ആഴത്തിൽ തപസ് ചെയ്യുന്ന യോഗികൾ കാംക്ഷിക്കുന്നു അങ്ങയുടെ ഈ അതീന്ദ്രിയ രൂപത്തെ കാണാനായിട്ട്. ഏ മായയാ ദേഹതമേതസസ്ത്വത് പാദാരവിന്ദം ഭവസിന്ധുബോധം ഉപാസതേ കാമലവായ തേഷം രാശീഷ കാമാൻ നിരയേ അപീപേസ്യു. അങ്ങയുടെ തൃപ്പാദം മാത്രമാണ് ഈ സംസാര സാഗരത്തിൽ നിന്നും രക്ഷപ്പെടാനായിട്ടുള്ള ഒരേ ഒരു മാർഗം. ബുദ്ധിയില്ലാത്ത വ്യക്തികൾ മാത്രമാണ് ഈ ലോകത്തിലുള്ള ഭൗതിക താൽക്കാലിക സുഖഭോഗങ്ങൾക്ക് വേണ്ടി ഓരോ പ്രവൃത്തികളിൽ ഏർപ്പെടുന്നത്. അത് നരകയാതനകൾ അനുഭവിക്കുന്ന വ്യക്തികൾക്ക് പോലും ഇന്ദ്രിയ സുഖം വളരെ എളുപ്പത്തിൽ ലഭിക്കും. പക്ഷേ അങ്ങ് എന്നോട് ഒരുപാട് കാരുണ്യം കാണിക്കുന്നു. അങ്ങനെയുള്ള വ്യക്തികളോട് പോലും, അതായത് ഇന്ദ്രിയാസ്വാദനത്തിൻ്റെ പുറകെ പോകുന്ന വ്യക്തികളോട് പോലും അങ്ങ് കാരുണ്യം കാണിക്കുന്നു. അതായത് ഇവിടെ കർദമ പ്രജാപതി പറയുന്നത്, നമ്മളെല്ലാവരും സംസാര സാഗരത്തിലാണ്. നമ്മൾ പല പ്രാവശ്യം കേൾക്കാറുണ്ട് ഈ സംസാര സാഗരം, സംസാര സാഗരം. എന്താണ് ഈ സംസാര സാഗരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ബോധം, നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ പ്രവൃത്തികൾ, ഇതിൻ്റെ ഒരു ഒഴുക്കിൽപ്പെട്ട് കിടക്കുകയാണ്. സമുദ്രത്തിൽ പല പല തിരമാലകൾ ഇങ്ങനെ അടിക്കുന്ന പോലെ നമ്മൾ ആ ഒരു തിരമാലകളുടെ ഇടയിൽ പെട്ട് കിടക്കുകയാണ്, നമ്മുടെ ആഗ്രഹങ്ങളുടെയൊക്കെ. എന്നിട്ട് വളരെ ആഴത്തിൽ നമ്മൾ ഈ ലോകത്തെക്കുറിച്ച് ആഗ്രഹിച്ചും ചിന്തിച്ചും ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കാരണം ഇതിൽ നിന്ന് നമുക്ക് പുറത്തു വരാൻ കഴിയുന്നില്ല. നമ്മൾ ഈ ശരീരവും, അതായത് ഇന്നലെ നമ്മൾ ചർച്ച ചെയ്ത വളരെ ആഴത്തിൽ നമ്മൾ ഈ ലോകത്തെ കുറിച്ച് ചിന്തിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുകയാണ്. ഈ ശരീരബോധത്തിൽ നിന്നും പുറത്തു വരാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. അതായത് നമുക്കും അറിയാം മരണത്തോടു കൂടി എല്ലാം തീരുമെന്ന്, പക്ഷെ എന്നാലും നമുക്കിതൊന്നും വിടാൻ പറ്റുന്നില്ല. ഇതിനെയാണ് സംസാര സാഗരം എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മളിപ്പോൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എല്ലാം വെറുതെയാണ്, ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഉപയോഗമൊന്നുമില്ല എന്ന് എല്ലാം അറിയാം. പക്ഷെ എന്നാലും നമുക്കിതൊന്നും ഉപേക്ഷിക്കാൻ കഴിയില്ല. നമ്മൾ ഈ ലോകമായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ട് ബന്ധനസ്ഥരായിട്ടിരിക്കുകയാണ്. അന്നേരം അതിനെ തന്നെയാണ് സംസാര സാഗരം എന്ന് പറയുന്നത്. അന്നേരം ഇതിൽ നിന്നും മോചനം, ആത്മാർത്ഥമായിട്ട് മോചനം ആഗ്രഹിക്കുന്ന വ്യക്തികൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യും? ഭഗവാന്റെ തൃപ്പാദത്തെ ആശ്രയിക്കും. ഭഗവാന്റെ തൃപ്പാദം മാത്രമേ ഉള്ളൂ നമുക്കൊരു രക്ഷ. പക്ഷേ ബുദ്ധിയില്ലാത്ത വ്യക്തികൾ, അവർ ഈ ലോകത്തുള്ള മായാമോഹനങ്ങളിൽ പെട്ടു ഇരിക്കുന്ന വ്യക്തികൾ, അവർ ഭഗവാന്റെ തൃപ്പാദത്തെ അല്ല ആശ്രയിക്കുന്നത്, വേറെ ഏതെങ്കിലും പാദങ്ങളെ ആയിരിക്കും ആശ്രയിക്കുന്നത് പറയും. എന്തിനു വേണ്ടി? താൽക്കാലിക സുഖഭോഗങ്ങൾക്ക് വേണ്ടി. നമ്മൾ ഈ ലോകത്തുള്ളവരെ കണ്ടു കഴിഞ്ഞാൽ രാഷ്ട്രീയക്കാരുടെ മുമ്പിൽ അവരുടെ കാൽക്കൽ വീഴും, അല്ലെങ്കിൽ പിന്നെ അധികാരത്തിലുള്ളവരുടെ കാൽക്കൽ വീഴും, അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയുടെ കാൽക്കൽ വീഴും, അങ്ങനെ ഭാര്യ ഭർത്താവിൻ്റെ കാൽക്കൽ വീഴും. അതൊന്നും തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഭഗവാനെ മറന്നിട്ടുള്ള ആ ഒരു ആരുടെ കാലേ വീണാലും അതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് ഉപയോഗമൊന്നുമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അന്നേരം ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടി ഈ ലോകത്തിലുള്ള ആൾക്കാരുടെ കാല് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. നായ്ക്കളുടെ വരെ കാല് പിടിക്കാറുണ്ട് ആൾക്കാർ. രാവിലെ നായ്ക്കളെ മോർണിംഗ് വാക്കിന് കൊണ്ടുപോകുന്നു, അല്ലേ? അവരുടെ വിസർജനത്തിന് വേണ്ടി അവരെ കൊണ്ടുപോകുന്നു, അവരെ കുളിപ്പിക്കുന്നു, വസ്ത്രം അണിയിക്കുന്നു, അല്ലേ? അന്നേരം എല്ലാവരും പല പല ആൾക്കാരുടെയും കാൽക്കൽ വീണുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ ഈ കാലുകളൊക്കെ വിട്ടിട്ട് ഭഗവാന്റെ തൃപ്പാദത്തെയാണ് ആശ്രയിക്കേണ്ടത്. അതാണ് കാരണം. ബാക്കിയുള്ള ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടി നമ്മൾ ആരെ ആശ്രയിച്ചാലും അത് നരകയാതനകൾ അനുഭവിക്കുന്ന വ്യക്തികൾക്ക് പോലും ഇന്ദ്രിയ സുഖം ലഭിക്കുമെന്നാണ്. അന്നേരം നരകയാതനകൾ അനുഭവിക്കുന്ന ആ വ്യക്തികൾക്ക് പോലും ഇന്ദ്രിയ സുഖം ലഭിക്കും. അന്നേരം പിന്നെ
അതുകൂടാതെ പക്ഷെ എന്നിട്ടും അവർക്കും അങ്ങ് കാരുണ്യം കൊടുക്കുകയാണ്. അവർക്ക് എങ്ങനെയാണ് ഭഗവാൻ കാരുണ്യം കൊടുക്കുന്നത്? അവർ ആഗ്രഹിക്കുന്ന ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കാൻ വേണ്ടി അതിനു വേണ്ടിയുള്ള അവസരങ്ങൾ കൊടുക്കുന്നു. എന്നിട്ട് അഥവാ അവരിൽ ആരെങ്കിലും ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചെത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള വഴി കൊടുക്കാൻ എപ്പോഴും ഭഗവാൻ തയ്യാറായിട്ടിരിക്കുകയാണ്. അന്നേരം ആരെക്കുറിച്ചാണ് ഇത് പറയുന്നത്? ബുദ്ധിയില്ലാത്ത വ്യക്തികൾ. ബുദ്ധിയില്ലാത്ത വ്യക്തികൾക്ക് ഒരിക്കലും ജീവിത ലക്ഷ്യം എന്താണെന്ന് അവർക്ക് മനസ്സിലാവത്തില്ല. തഥാ സചാഹം പരിബോധകാമ. അന്നേരം ഈ ബുദ്ധി എങ്ങനെയാണ് വളർന്നത്? നമ്മൾ ആരുമായിട്ട് സംഘിക്കുന്നു, ആരുമായിട്ട് ഒത്തുകൂടുന്നു, ആരുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നു, അതാണ് സത്സംഗം. ദുസ്സംഗത്തിലൂടെ നമ്മുടെ ബുദ്ധി കൂടുതൽ അധപ്പതിക്കും, കൂടുതൽ നശിക്കും. നമ്മൾ സജ്ജനങ്ങളുമായിട്ടുള്ള സംഘത്തിലൂടെ നമ്മുടെ ബുദ്ധി ശക്തമാകും. തഥാ സചാഹം പരിബോധകാമ സമാനശീലം ഗ്രഹമേതേനം ഉപൈവാൻ മൂലമശേഷമൂലം ദുരാശയാ കാമദുഗാനക്രിയപസ്യ. ഇവിടെ കർദമ പ്രജാപതി പറയുന്നു, അന്നേരം ഇവിടെ പറയുന്നു, ഞാനും അതേപോലെയാണ്. അങ്ങയിൽ നിന്ന് വേറൊന്നും ആഗ്രഹിക്കാൻ പാടില്ല. പക്ഷേ എനിക്ക് അനുയോജ്യമായിട്ടുള്ളൊരു പെൺകുട്ടിയെ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ആ ഒരു വിവാഹ ജീവിതത്തിലൂടെ സജ്ജനങ്ങളെ കൊണ്ടുവരാനും പ്രജ ഉൽപാദനത്തിനും വേണ്ടി ഞാൻ അങ്ങേ ആശ്രയിച്ചിരിക്കുകയാണ്. അങ്ങ് കൽപ്പവൃക്ഷത്തെ പോലെയാണല്ലോ. എന്നിട്ട് ഇവിടെ കർദമ പ്രജാപതി പറയുക, യഥാർത്ഥത്തിൽ അങ്ങേ പൂജിക്കേണ്ടത് സംസാര സാഗരത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയാണ്. പക്ഷേ അതിന് പകരം പല വ്യക്തികളും പല ആൾക്കാരെയും ആശ്രയിക്കുകയാണ്. യഥാർത്ഥത്തിൽ അങ്ങേ തന്നെയാണ് ആശ്രയിക്കേണ്ടത്. പക്ഷെ അങ്ങേ ആശ്രയിക്കുന്നത് എന്തിനു വേണ്ടിയായിരിക്കണം? ഈ ഭൗതിക ലോകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയായിരിക്കണം. പക്ഷെ അതിന് പകരം പല വ്യക്തികളും, ബുദ്ധിയില്ലാത്ത വ്യക്തികൾ പല ആൾക്കാരെയും ആശ്രയിക്കുന്നു. അതിലൊന്നും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പക്ഷെ എന്നാലും അങ്ങനെയുള്ള വ്യക്തികളോട് പോലും കാരുണ്യം കാണിക്കുന്നു. അന്നേരം ഞാൻ എന്തിനാണ് അങ്ങേ പ്രാർത്ഥിക്കുന്നത്? എൻ്റേതായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയാണ്, അനുയോജ്യമായിട്ടുള്ള ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ വേണ്ടിയാണ് എന്ന് കർദമ പ്രജാപതി. അതായത് കർദമ പ്രജാധിപതിക്കും സ്വയം അറിയാം ഇതൊരു ഭൗതിക ആഗ്രഹമായിട്ടാണ് അദ്ദേഹത്തിന് തോന്നുന്നത്. ഇതിന് ഭഗവാനോട് ഒരിക്കലും ഞാൻ പ്രാർത്ഥിക്കാൻ പാടില്ല. പക്ഷേ മറ്റാരെയാണ് ഞാൻ ആശ്രയിക്കേണ്ടത്? ആശ്രയയോഗ്യമായിട്ട് വേറെ ആരുമില്ല എന്ന് ഇവിടെ കർദമ പ്രജാപതി പറയുക. പ്രജാപതിസ്തേ വജസാദീശതന്ത്യ ലോകകിലയാം കാമഹതോ അനുബദ്ധ അഹം ച ലോകാനുഗതോ വഹാമി ബലീം ച ശുക്ലാനിമേഷ്യ തുഭ്യം. അങ്ങ് എല്ലാ ജീവജാലങ്ങളുടെയും നിയന്താവാണ്, നായകനാണ്. അങ്ങയുടെ നിർദ്ദേശപ്രകാരമാണ് എല്ലാ ജീവാത്മാക്കളും, അങ്ങയുടെ നിയന്ത്രണത്തിലാണ്. എങ്ങനെ ഒരു കയർ വെച്ച് കെട്ടിയതുപോലെയാണ് എല്ലാവരും അവരവരുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പറയുന്നു, എല്ലാവരെയും അങ്ങ് ഇങ്ങനെ ബന്ധിപ്പിച്ചു വെച്ചിരിക്കുകയാണ് അവരവരുടെ ആഗ്രഹങ്ങൾ കൊണ്ട്. അതിന് അങ്ങ് തന്നെയാണ് അവരെല്ലാം ബന്ധിപ്പിച്ചു വെച്ചിരിക്കുന്നത്. കാരണം മായാദേവിയാണല്ലോ നമ്മളെല്ലാം ഈ ലോകമായിട്ട് ബന്ധപ്പെട്ട ആഗ്രഹത്തിൽ ഇങ്ങനെ കിടത്തുന്നത്. അതിൽ ആ മായാദേവി എന്ന് പറയുന്നത് ഭഗവാന്റെ ശക്തിയാണ്. ഭഗവാന്റെ നിർദ്ദേശപ്രകാരമാണ് മായാദേവി പ്രവർത്തിക്കുന്നത്. അതിൽ എന്തിനു വേണ്ടി? കാരണം നമുക്ക് ഭഗവാനോട് അത്രത്തോളം ആഗ്രഹമില്ല. അന്നേരം ഭഗവാനോട് അത്രത്തോളം ആഗ്രഹം ഇല്ലാത്തതുകൊണ്ട് ഈ ലോകമായിട്ട് ബന്ധപ്പെട്ട ആഗ്രഹങ്ങളിൽ നമ്മളെ ഇങ്ങനെ മുക്കിക്കിടത്തും. അന്നേരം ആ ഒരു പാത പിന്തുടർന്നുകൊണ്ട് അങ്ങ് ധർമ്മം അങ്ങയാൽ നിലനിർത്തിക്കപ്പെടുന്നു. ഞാൻ അങ്ങേക്ക് വേണ്ടി എല്ലാം സമർപ്പിക്കുന്നു. അങ്ങ് കാലശക്തിയാണ്, എല്ലാം അങ്ങാണ്. അങ്ങയുടെ നിയന്ത്രണത്തിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ല, അങ്ങയുടെ മായാശക്തിയിൽ നിന്നും. ലോകംശ്ച ലോകാനുഗതൻ പശുംശ്ച ഹിത്വാ ശ്രിതസ്തേ ചരണാദപത്രം പരസ്പരം ത്വദ്ഗുണവാദ സിദ്ധു പീയൂഷ നിര്യാപിത ദേഹധർമ്മ.
പക്ഷെ ആരാണോ ഈ ഭൗതികമായിട്ടുള്ള ലൗകിക സുഖങ്ങളെയെല്ലാം മറികടന്ന് ഈ ലോകമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ച് പൂർണ്ണമായിട്ടും അങ്ങയുടെ ഛത്രഛായയിൽ, അങ്ങയുടെ തൃപ്പാദമാകുന്ന ഛത്രഛായയിൽ കഴിയുന്നത്, അങ്ങയുടെ ഗുണങ്ങളാകുന്ന അമൃതത്തെ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുന്നത്, അങ്ങയുടെ ലീലകളെക്കുറിച്ച് ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റു വ്യക്തികളുമായിട്ടും അവർക്ക് ശരീരത്തിൻ്റെ എല്ലാവിധ ആവശ്യകതകളിൽ നിന്നും മുക്തരാകാൻ കഴിയുന്നു. മനസ്സിലായില്ലേ? അന്നേരം നമുക്ക് ഒരേ ഒരു രക്ഷയുള്ള എന്താണ് ഇവിടെ കർദമ പ്രജാപതി പറയുന്നത്, ഈ ലൗകികമായിട്ടുള്ള ഭൗതികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും മാറി ഭഗവാനെക്കുറിച്ചുള്ള ചിന്തകളിൽ മഗ്നനായിട്ടിരിക്കുക, ഭഗവാന്റെ ലീലകൾ ശ്രവിക്കുക, എല്ലാത്തിലും ഭഗവാന്റെ തൃപ്പാദങ്ങളെ ആശ്രയിക്കുക, ഭഗവാനെക്കുറിച്ച് ചർച്ച ചെയ്യുക. അതിലൂടെ എന്തു പറ്റും? നമ്മുടെ ശാരീരിക ആവശ്യകതകളെ കുറിച്ചുള്ള ചിന്തകൾ പോലും, അതിൽ നിന്ന് പോലും നമ്മൾക്ക് മുക്തി നേടാൻ കഴിയും എന്നാണ് പറയുന്നത്. നതേ അജരാക്ഷഭ്രമേരായുരേഷം ത്രയോദശാരം ത്രിശതം ഷഷ്ടിപർവ ഷണ്ണേമി അനന്തചതീയത്രിനാഭി കരാളശ്രോതോ ജഗദച്ഛിദ്യതാവാത്. ഇവിടെ പറയുന്നു, അങ്ങയുടെ സുദർശന ചക്രം അത് തന്നെയാണ് കാലശക്തിയും. ആ ചക്രം കറങ്ങുന്നതിനനുസരിച്ച് അതിവേഗതയിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അത് ഈ ഭൗതിക ലോകത്തിലുള്ള എല്ലാവരുടെയും ആയുസ്സിനെ കുറച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ അതേ സമയത്ത് ഈ ശക്തി ഒരിക്കലും ഭക്തരുടെ ആയുസ്സിനെ നശിപ്പിക്കാറില്ല എന്ന് കർദമ പ്രജാപതി പറയുന്നു. ഏകസ്വയം സഞ്ജഗതാ ശിശീക്ഷയാ ദ്വിതായാത്മൻ അതിയോഗമായ സൃജസ്യദഭാസി പുനർഗ്രശീഷ്യസേ യഥോർണനാഭിർഭഗവൻ സ്വശക്തിഭി. എൻ്റെ പ്രിയപ്പെട്ട ഭഗവാനെ, അങ്ങ് തന്നെയാണ് ഈ ബ്രഹ്മാണ്ടങ്ങളെല്ലാം സൃഷ്ടിക്കുന്നത്. അങ്ങ് പരമദിവ്യോത്തമ പുരുഷനാണ്. അങ്ങയുടെ ആഗ്രഹപ്രകാരം ഇതിനെ സൃഷ്ടിച്ചു. അങ്ങ് സൃഷ്ടിക്കുന്നു, അതിനെ നിലനിർത്തുന്നു, എന്നിട്ട് വീണ്ടും അതിനെ അവസാനിപ്പിക്കുന്നു. ഇതെല്ലാം അങ്ങയുടെ യോഗമായ ശക്തിയാൽ പ്രവർത്തിക്കപ്പെടുന്നു. ഇവിടെ കദമ പ്രജാപതി പറയുന്നു, അങ്ങ് ഒരു ചിലന്തിയെ പോലെയാണ്. ചിലന്തി എങ്ങനെയാണോ വല കെട്ടുന്നത്, ചിലന്തിയുടെ തന്നെ ശക്തി കൊണ്ട്, എന്നിട്ട് വീണ്ടും അതിനെ തിരിച്ചെടുക്കുന്നത്, അതേപോലെ തന്നെയാണ് അങ്ങ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നൈതദ്ബദാദീശപദം തവേപ്സിതം യന്മായാ നസ്തനുഷേ ഭൂതസൂക്ഷ്മം അനുഗ്രഹയാസ്തവഭീയർഹിമായ ലസത്തുലസ്യ ഭഗവാൻ വിലക്ഷിത. എൻ്റെ പ്രിയപ്പെട്ട ഭഗവാനെ, ഇത് അങ്ങയുടെ ആഗ്രഹമല്ല. കാരണം അങ്ങ് സ്ഥൂലവും സൂക്ഷ്മമായിട്ടുള്ള ഈ പ്രപഞ്ചത്തിൻ്റെ മൂലങ്ങളെയൊക്കെ സൃഷ്ടിക്കുന്നത് നമ്മുടെ ഇന്ദ്രിയ ആസ്വാദനത്തിന് വേണ്ടിയാണ്. അന്നേരം ഇതിനു മുമ്പേയുള്ള ശ്ലോകത്തിൽ കർദമ പ്രജാപതി പറഞ്ഞു, അങ്ങ് തന്നെയാണ് എല്ലാം സൃഷ്ടിക്കുന്നത്. അങ്ങ് തന്നെയാണ് സൃഷ്ടിക്കുന്നത്, പക്ഷെ അങ്ങേക്ക് വേണ്ടിയല്ല സൃഷ്ടിക്കുന്നത്. കാരണം എല്ലാവരും ചോദിക്കാറില്ല ചിലപ്പോൾ, നമ്മളിവിടെ നിൽക്കേണ്ടവരല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഭഗവാൻ ഇതൊക്കെ സൃഷ്ടിച്ചത്? അതിൻ്റെ ഉത്തരം നമുക്ക് ഈ 2 ശ്ലോകങ്ങളിലൂടെ കിട്ടുകയാണ്. കർദമ പ്രജാപതി പറയാം, അന്നേരം ഇത് സാധാരണ വ്യക്തിയല്ല, 10,000 വർഷങ്ങളോളം തപസ് ചെയ്തൊരു വ്യക്തിയുടെ സ്റ്റേറ്റ്മെൻ്റാണ് നമ്മൾ മനസ്സിലാക്കണം. അത് ബ്രഹ്മദേവൻ്റെ ഡയറക്റ്റ് പുത്രനാണ്, പ്രജാപതിയാണ്, മഹാശക്തനാണ്. അതുകൊണ്ട് ഇതൊന്നും നമുക്ക് നിസ്സാരമായിട്ട് കാണാൻ കഴിയില്ല. ഇത് എഴുതിയത് വ്യാസമഹർഷിയാണ്. ഇത് ആരെങ്കിലും ഊഹാപോഹങ്ങൾ കൊണ്ട് എഴുതിയതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇത് പ്രൂഫായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. കാരണം ഇദ്ദേഹം ഭഗവാനെ കണ്ടു, ഭഗവാന്റെ സ്വരൂപത്തെ കണ്ടു. അന്നേരം ആ കണ്ട വ്യക്തികളാണ് ഭഗവാനെക്കുറിച്ച് ഇവിടെ എഴുതുന്നത്. അന്നേരം അത് നമ്മൾ വിശ്വസിക്കണ്ടേ? അന്നേരം ഇവിടെ പറയുന്നു, ഇത് അങ്ങയുടെ ആഗ്രഹമല്ല. കാരണം നമ്മളെല്ലാവരും, ഈ ലോകത്തുള്ള എല്ലാവരും ഇന്ദ്രിയ സുഖങ്ങൾ ആഗ്രഹിക്കുന്നു. അതിനു വേണ്ടിയാണ് അങ്ങ് സ്ഥൂലവും സൂക്ഷ്മവുമായിട്ടുള്ള എല്ലാ മൂലകങ്ങളെയും സൃഷ്ടിക്കുന്നത്. അങ്ങയുടെ അഹേതുകമായിട്ടുള്ള കാരുണ്യം നമ്മുടെ മുകളിൽ ചൊരിയണമേ. അങ്ങ് കാരുണ്യപൂർവ്വം അങ്ങയുടെ ആ നിത്യരൂപത്തിൽ അങ്ങ് നമ്മുടെ മുമ്പിൽ പ്രകടമായിരിക്കുകയാണ്.
അങ്ങയുടെ ആ തൃപ്പാദത്തിൽ നിന്നുള്ള തുളസി മഞ്ചരികളുടെ ഗന്ധം അതിമനോഹരമായിരിക്കുന്നു എന്ന് ഇങ്ങനെ പറയാം. തം ത്വാ അനുഭൂത്യ ഉപരതാ ക്രിയതാം സ്വമായയാ വർത്തിത ലോകതന്ത്രം നമാമി അഭീക്ഷണം നമനീയ പാദ സരോജം അൽപീയസി കാമവർഷം. ഞാൻ വീണ്ടും വീണ്ടും അങ്ങയുടെ തൃപ്പാദങ്ങളെ നമസ്കരിക്കുന്നു. ആശ്രയയോഗ്യമായിട്ട് ഈ ലോകത്തിൽ ഈ ഒരു പാദം മാത്രമേ ഉള്ളൂ. അങ്ങ് എല്ലാ തരത്തിലുള്ള വരങ്ങളും നൽകാൻ അങ്ങേക്ക് കഴിവുണ്ട്. അത് ഏറ്റവും തുച്ഛമാണെങ്കിലും അങ്ങ് ഈ ഭൗതിക ലോകത്തിന് പല പല തലങ്ങളായിട്ട് അതിനെ വിഭജിച്ചിട്ടുണ്ട്, വിസ്തരിച്ചിട്ടുണ്ട്. കാരണം എന്താ, എല്ലാ ജീവജാലങ്ങൾക്കും അവരവരുടെ കർമാനുസൃതമായിട്ടുള്ള സ്ഥാനങ്ങൾ ലഭിക്കാനും അതിലൂടെ വിരക്തി ലഭിച്ച് അവരവരെ തന്നെ ആത്മസാക്ഷാത്കാരത്തിലേക്ക് പോകാൻ വേണ്ടിയാണ് അങ്ങ് ഈ ലോകത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതായത് പൊതുവെ ഈ ലോകത്ത് നമ്മൾ ചില വ്യക്തികൾ കംപ്ലൈൻറ്റ് പറയും, ഈ ലോകത്ത് ഇത് ശരിയല്ല, അത് ശരിയല്ല, ഭഗവാൻ സൃഷ്ടിച്ചിരിക്കുന്ന ഇത് ശരിയല്ല, അത് ശരിയല്ല. അന്നേരം അതാണ് ഇവിടെ കർദമ പ്രജാപതി പറയുന്നത്, എന്തിനു വേണ്ടി ഈ ലോകത്തെ സൃഷ്ടിച്ചു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിലൊരു കുറവും നമുക്ക് കാണാൻ കഴിയില്ല. അന്നേരം അതിന് ഒരു ഉദാഹരണം, ട്രാക്ടർ ഉണ്ടാക്കിയിരിക്കുന്നത് കൃഷി ചെയ്യാൻ വേണ്ടി, അല്ലാതെ അതിനു വേണ്ടി ഉപയോഗിക്കുമ്പോൾ അത് സൂപ്പറായിരിക്കും. നല്ല വില കൂടിയ കാറ്, നല്ല മെർസിഡീസ് ബെൻസ് കാറോ അല്ലെങ്കിൽ ഫെറാറിയോ അത് കൃഷി സ്ഥലത്ത് ഉപയോഗിക്കാൻ വേണ്ടിയുള്ളതല്ലല്ലോ, അത് റോഡിലൂടെ ഓട്ടിക്കാൻ വേണ്ടിയുള്ളതാണ്. അന്നേരം എന്തിനു വേണ്ടിയാണോ സൃഷ്ടിച്ചിരിക്കുന്നത് അതിനു വേണ്ടി അത് ഉപയോഗിക്കുമ്പോൾ അത് യൂസ്ഫുള്ളായിട്ട് തോന്നും, ഉപയോഗപ്രദമായിട്ട് തോന്നും, അല്ലെങ്കിൽ അത് യൂസ്ലെസ് ആയിട്ട് നമുക്ക് തോന്നും. അതേപോലെ ഈ ലോകത്ത് എന്നെന്നും നമ്മൾ ഇരിക്കേണ്ടവരല്ല. ഇതൊരു ട്രെയിനിങ് സെൻ്ററാണ്, ഒരു താൽക്കാലികം, അതൊരു ഒരു കാരാഗ്രഹം പോലെയാണ്. ജയിലെന്ന് പറയുന്നത് എന്നെന്നും അവിടെ ഇരിക്കേണ്ട സ്ഥലമല്ലല്ലോ നമ്മൾ ആക്ച്വലി. അന്നേരം ജയിലാണെങ്കിലും സ്കൂളാണെങ്കിലും ഹോസ്പിറ്റലാണെങ്കിലും അതെല്ലാം താൽക്കാലികമായിട്ട് താമസിക്കാൻ വേണ്ടിയുള്ള സ്ഥലങ്ങളാണ്. ഒരു പർപ്പസിന് വേണ്ടിയാണ് നമ്മൾ അവിടെ പോകുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിന്ന് പുറത്തു വരിക എന്നാണ്. സ്കൂൾ പഠനം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സ്കൂളിൽ നിന്ന് പുറത്തു വരുന്നു. അഥവാ ആരെങ്കിലും ക്രൈം ചെയ്തു കഴിഞ്ഞാൽ ആ ക്രിമിനൽ മെൻറ്റാലിറ്റി മാറ്റി അവിടെ നിന്ന് രക്ഷപ്പെടുക എന്നതാണല്ലോ ക്രിമിനലിൻ്റെ ലക്ഷ്യം. ഒരു പേഷ്യൻ്റ് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ആ രോഗാവസ്ഥ മാറി അവിടെ നിന്ന് പുറത്തു വരണമെന്നാണല്ലോ. അന്നേരം അതേപോലെ കാലാകാലം നമ്മൾ ഇവിടെ ഇരിക്കാൻ വേണ്ടിയുള്ളതല്ല. ഒരു ആചാര്യൻ, നമ്മുടെ പരമ്പരയിലുള്ള ഒരു ഇസ്കോണിലുള്ള ഒരു സന്യാസി, അദ്ദേഹം പറയുകയാണ്, നമ്മൾ ഈ ഭൗതിക ലോകം എന്ന് പറഞ്ഞാൽ ടോയ്ലറ്റിൽ പോകുന്ന പോലെയാണെന്ന് പറയും. ടോയ്ലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊക്കെ നമ്മൾ പറമ്പിൽ പോവുമായിരുന്നു. പിന്നെ ഇപ്പോഴത്തെ കാലം അങ്ങനെ അത്രയും വിശാലമായിട്ടോ ഒതുങ്ങിയ വിജനമായിട്ടുള്ള പറമ്പുകളൊന്നും ഇല്ല. അത് പിന്നെ ശുചിത്വത്തിൻ്റെ ഭാഗമായിട്ടും ഹൈജീൻ്റെ ഭാഗമായിട്ടും ഇപ്പോൾ നമ്മൾ ടോയ്ലറ്റൊക്കെ കെട്ടി. ഇപ്പോൾ ആ ടോയ്ലറ്റിനെ വലിയ രീതിയിലുള്ള ടോയ്ലറ്റുകൾ കെട്ടാൻ തുടങ്ങുന്നുണ്ട്. നല്ല ടൈൽസൊക്കെ ഇട്ട്, ഗൾഫിലൊക്കെ ആണെങ്കിൽ സ്വർണത്തിൻ്റെ വരെ ടൈൽസൊക്കെ ഇട്ടിട്ട് സ്വർണത്തിൻ്റെ ക്ലോസറ്റ് ഉണ്ട്. അന്നേരം നമ്മുടെ പർപ്പസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും അതിനകത്ത് ഇരിക്കുക എന്നതല്ലല്ലോ, അല്ലേ? അകത്ത് പോവുക, കാര്യം നടത്തുക, പുറത്ത് വരിക എന്നതാണ്. അന്നേരം അതേപോലെ ഇതൊരു ഭൗതിക ലോകമാണ്. അന്നേരം ഈ ഭൗതിക ലോകത്തിൽ എന്നെന്നും ജീവിക്കുക എന്നതല്ല നമ്മുടെ ലക്ഷ്യം. നമ്മൾ ഇതിൽ നിന്ന് പുറത്തു വരിക എന്നതാണ്. അതാണ് ഇവിടെ കർദമ പ്രജാപതി സ്തുതിയിലൂടെ പറയുന്നത്. ഇതൊന്നും ഭഗവാൻ അറിയത്തില്ലെന്നാണോ? ഭഗവാനെ പഠിപ്പിക്കുകയാണത്? അല്ല, സ്തുതിക്കുകയാണ്. ഭഗവാൻ ഈ ലോകത്തെ സൃഷ്ടിച്ചത് എന്തിനാണെന്ന് അത് ഭഗവാനെ കാണുമ്പം നമ്മൾ ഓരോ കാര്യങ്ങൾ പറയത്തില്ല. ആ സ്വമേധയാ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കുകൾ ഇങ്ങനെ വരികയാണ്. അന്നേരം അദ്ദേഹം പറയുകയാണ്, അതായത് കർദമ പ്രജാപതിക്ക് തന്നെ ഒരു ചമ്മലുണ്ട് ഇത് ചോദിക്കാൻ. ഒരു പെൺകുട്ടിയെ കിട്ടാൻ വേണ്ടിയാണ് ഇത്രയും തപസ് ചെയ്തത് അതൊക്കെ. പക്ഷെ നമുക്കത് നിസ്സാരമായിട്ട് കാണാൻ കഴിയില്ല. കാരണം ദേവഹൂതി ദേവി എന്ന് പറഞ്ഞാൽ സാധാരണ പെൺകുട്ടിയല്ല, ഭഗവാന്റെ അമ്മയാണ്. അന്നേരം അങ്ങനെ ഒരു പെൺകുട്ടിയെ കിട്ടണമെങ്കിൽ എന്തായാലും തപസ് ചെയ്യണം.
അതാണ് നമ്മൾ അന്നേരം ഇത് ഭഗവാന്റെ തന്നെ ലക്ഷ്യം. പക്ഷെ എന്നിട്ട് പോലും കർദമ പ്രജാപതിക്ക് ഒരു ചമ്മലാണ്. ബ്രഹ്മദേവൻ പറഞ്ഞിട്ട് ഭഗവാന്റെ ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഇവിടെ തപസ് ചെയ്യുന്നത്. പക്ഷെ എന്നിട്ടും കർദമ പ്രജാപതിക്ക് ഒരു ചമ്മലാണ്. പക്ഷെ നമുക്കാണെങ്കിൽ ഒരു ചമ്മലും ഇല്ല, ഒരു നാണവും ഇല്ല ഭഗവാന്റെ അടുത്ത് ഓരോന്ന് ചോദിക്കും. അതാണ് നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം. അദ്ദേഹം ചോദിച്ചത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇനി മുന്നോട്ടുള്ള അദ്ദേഹത്തിന്റെ ജീവിതം നോക്കിയാലും വിവാഹം കഴിച്ചതിന് ശേഷം അദ്ദേഹം തപസ് ചെയ്ത് ഭഗവാനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കൂടാതെ മറന്നുപോയി ഇങ്ങനൊരു വിവാഹം കഴിഞ്ഞു എന്ന് പോലും. അത് ആലോചിച്ച് നോക്കണേ. അതിനുശേഷം പിന്നെ വിവാഹം കഴിക്കുമ്പോഴേ കർദമ പ്രജാപതി പറയുന്നു, കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ ഞാൻ പോവും കേട്ടോ, വീണ്ടും തപസ്സിനായിട്ട് പോകുമെന്ന് പറഞ്ഞു. അന്നേരം സ്വയംഭൂമനുവും ദേവതി ദേവി പറഞ്ഞ് ഒരു ആൺകുട്ടി ഉണ്ടായതിനു ശേഷം അങ്ങ് പോകാം. അങ്ങനെ ആദ്യം പെൺകുട്ടികളുണ്ടായി. അതിനുശേഷം സാക്ഷാൽ ഭഗവാൻ കപിലമുനി ഭഗവാൻ മകനായിട്ട് വരികയാണ്. എന്നിട്ട് ഭഗവാൻ വന്ന ഉടൻ തന്നെ കർദമ പ്രജാപതി അവിടുന്ന് പോവുകയാണെന്നുള്ളതാണ്. എത്രത്തോളം വിരക്തനാണെന്ന് നോക്കണേ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഋഷിരുവാച ഇതി അവ്യലിഖം പ്രണുതോ അഭി. എന്നാലും ഇത് നമുക്ക് വലിയ പാഠമാണ്. സാക്ഷാൽ ഭഗവാൻ തന്നെ മകനായിട്ട് വന്നാലും നമ്മൾ വീടും കുടിയൊക്കെ ഉപേക്ഷിച്ച് ഭഗവാന്റെ തപസ്സിനായിട്ട് പോകണം എന്നാണ്. അങ്ങനെ കർദമ പ്രജാപതിക്ക് വേണമെങ്കിൽ വീട്ടിൽ തന്നെ ഇരിക്കായിരുന്നു. സാക്ഷാൽ ഭഗവാൻ തന്നെയല്ലേ മകനായിട്ട് വന്നിരിക്കുന്നത്. ഇനിയിപ്പം ഭാര്യയും കുട്ടികളുമായിട്ടൊക്കെ സ്വസ്ഥമായിട്ട് ഇനി എന്തിന് തപസ്? ആർക്ക് വേണ്ടിയാണോ തപസ് ചെയ്യുന്നത് അദ്ദേഹം തന്നെയാണല്ലോ ഇവിടെ കുട്ടിയായിട്ട് വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കൂടെ ഇനി ഇരിക്കാം, കുട്ടികളെ കളിപ്പിച്ചിരിക്കാം എന്നൊക്കെ പറയുന്നു. ഋഷിർവാച ഇതി അവ്യലികം പ്രണതോ. അതും 10,000 വർഷം തപസ് ചെയ്ത് ഭഗവാന്റെ ദർശനവും കിട്ടി. അതിനുശേഷം ഭഗവാൻ തന്നെ മകനായിട്ട് വന്നു. എന്നിട്ടും ആള് വീണ്ടും പോവുകയാണ്. അന്നേരം നമുക്ക് 10,000 പോയിട്ട് 10-20 വർഷമെങ്കിലും ഉണ്ടോ എന്ന് പോലും അറിഞ്ഞൂടെ. അന്നേരം നമ്മളൊക്കെ എന്ത് ജീവിതമല്ലേ നമ്മുടെയൊക്കെ അല്ലേ. ഋഷിർവാച ഇതി അവ്യലികം പ്രണതോ അബ്ജനാവസ്തം ഭാഭാഷേ വചസാ മൃതേന സുവർണപക്ഷോ പരിരോചമാന പ്രേമസ്മിതോക്ഷിണ വിഭ്രവക്ബ്രു. നേരം മൈത്രേഷി പറഞ്ഞു, ഇങ്ങനെയുള്ള സ്തുതികളെല്ലാം കേട്ട് ഭഗവാൻ അതിമനോഹരമായിട്ട് ഗരുഡാരൂഢനായിട്ട് ഇങ്ങനെ കാണപ്പെട്ടു. അമൃത തുല്യമായിട്ടുള്ള വാക്കുകൾ ഭഗവാൻ പറഞ്ഞു എന്ന് പറയുന്നു. ഭഗവാൻ പറയുന്ന സമയത്ത് ഭഗവാന്റെ പുരികമൊക്കെ അതിമനോഹരമായിട്ട് ഇങ്ങനെ ചലിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. വളരെ സ്നേഹത്തോടു കൂടി, ഫുൾ വാത്സല്യത്തോടു കൂടി കർദമ പ്രജാപതിയെ നോക്കി സംസാരിക്കുക. അങ്ങനെ ഭഗവാൻ സംസാരിക്കുമ്പോൾ ഭഗവാന്റെ പുരികം ഇങ്ങനെ ആടിക്കൊണ്ടേയിരിക്കുന്നതാണ് പറയുന്നത്. എനിക്കറിഞ്ഞൂടെ, അത് ഭഗവാൻ മാത്രം. ചില നടന്മാർക്കൊക്കെ പറ്റും. അങ്ങനെ വളരെ മനോഹരമായിട്ട് ഭഗവാന്റെ പുരിക ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും എന്ന് പറയുന്നു. ഹരേ കൃഷ്ണ. നല്ല വില്ലുപോലെ വളച്ചിരിക്കും എന്ന് പറയുന്നു ഭഗവാന്റെ പുരികമൊക്കെ. അന്നേരം ഇനി ഭഗവാന്റെ വാക്കുകളാണ്. ശ്രീ ഭഗവാനുവാച വിദിത്വാ തവ ചൈതം മേ പുരൈവ സമയോജിതത് യദർത്ഥം ആത്മനി മേ സ്ത്വയവാഹം സമർച്ചിത. ഭഗവാൻ പറഞ്ഞു, നിന്റെ മനസ്സിൽ എന്താണ് ഉള്ളതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതിനുവേണ്ടിയുള്ള പരിപാടികളൊക്കെ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. നീ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെല്ലാം നിയന്ത്രിച്ച് എന്തിനു വേണ്ടിയാണോ എന്നെ ആരാധിച്ചത് അത് തീർച്ചയായിട്ടും നടക്കും. എന്നാൽ ഇത് നമുക്ക് വലിയൊരു ഒരു പാഠമാണ്. നമ്മൾ ഭൗതികമായിട്ട് എന്താഗ്രഹിക്കുന്നോ അത് നേരത്തെ തന്നെ റെഡിയായി പോകുന്നുള്ളത്. നമ്മൾ തപസ് ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല. നമ്മൾ ഭഗവാന്റെ ഭക്തി പരിശീലിക്കുമ്പോൾ നേരത്തെ അത്. അന്നേരം ഇവിടെ കർദമ പ്രജാപതി 10,000 വർഷങ്ങളായിട്ട് തപസ് ചെയ്യുകയാണ്. ഇതിന്റെ ഉള്ളിൽ തന്നെ അതിന്റെ കാര്യങ്ങളൊക്കെ നടന്നു. അന്നേരം ഭൗതിക കാര്യത്തിന് വേണ്ടി അധികം കഷ്ടപ്പെടേണ്ടി വരത്തില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ നടക്കും. ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയാണ് വലിയ ബുദ്ധിമുട്ട്. ഈ ലോകത്തു നിന്ന് രക്ഷപ്പെടുന്നതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്.
ഭൗതികമായിട്ടുള്ള തീറ്റ കുടി അതിനൊക്കെ എന്ന് പറഞ്ഞാൽ അധികം ബുദ്ധിമുട്ടില്ല. അത് എങ്ങനെയെങ്കിലുമൊക്കെ നടക്കും. അതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. എന്തിനേറെ പറയുന്നത്, ഇവിടെ വിവാഹകാര്യം വരെ ഭഗവാൻ ബ്രോക്കർ വരെ ആയെന്നുള്ള ഭക്തന് വേണ്ടി ബ്രോക്കറാകാനും ഭഗവാൻ തയ്യാറായെന്നുള്ളതാണ്. നവൈജാതും ഋഷൈവ സ്യാത് പ്രജാധ്യക്ഷമദർഹണം ഭവദ്വിദ്യേഷ്വതിതരാം മൈ സംഗൃവിതാത്മനം. ഭഗവാൻ പറഞ്ഞു, പ്രിയപ്പെട്ട ഋഷി കർദമ പ്രജാപതി, ആരാണോ ഭക്തിയോടുകൂടി എന്നെ ആരാധിക്കുന്നത്, പ്രത്യേകിച്ച് നിന്നെ പോലുള്ള ഭക്തർ എല്ലാം എനിക്ക് വേണ്ടി ഉപേക്ഷിച്ചിരിക്കുകയാണ്. അവരുടെ ഒരു കാര്യവും ഒരിക്കലും മുടങ്ങത്തുമില്ല, തടസ്സപ്പെടുത്തുമില്ല. ഹരേ കൃഷ്ണ. അതുമല്ലേ അവരിവിടെ പറയുന്നു, ആരാണോ പൂർണ്ണമായിട്ടും എന്നെ ആശ്രയിക്കുന്നത്, പ്രത്യേകിച്ച് നിന്നെ പോലുള്ള ഭക്തർ, നീ എല്ലാം എനിക്ക് വേണ്ടി സമർപ്പിച്ചിട്ടാണ് ജീവിക്കുന്നത്. അന്നേരം നീ ഒരു കാര്യത്തിൽ, നിന്റെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു മുടക്ക് വരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രജാപതി സുതസമ്രാൻ മനുർവിഖ്യാത മംഗള ബ്രഹ്മാവർത്തം യോ ദിവസൻ ഷഷ്ടി സപ്താർണവൻ മഹീം. ചക്രവർത്തിയായ സ്വയംഭുവ മനു, ബ്രഹ്മദേവന്റെ പുത്രൻ, വളരെ ധർമ്മിഷ്ഠനായിട്ടുള്ള ചക്രവർത്തിയാണ്. ബ്രഹ്മാവർത്തത്തിൽ അദ്ദേഹം ഭരിക്കുന്നു. സപ്തസമുദ്രങ്ങളും സപ്തദ്വീപുകളും അടങ്ങിയ ആ ബ്രഹ്മാണ്ടത്തെ, ഭൂമണ്ഡലത്തിലെ ഭരിക്കുന്നു. സചേഹ വിപ്രരാജ ഋഷൈർ മഹീഷയാ ശതരൂപയാ ആയസ്യദീദിദുക്ഷസ്ത്വം പാർശ്വോ ധർമ്മ കോവിദ. എന്നിട്ട് നമ്മൾ മനസ്സിലാക്കണം, കർദമ പ്രജാപതിയും ദേവഹൂതി ദേവിയായിട്ടുള്ള ആ വിവാഹബന്ധം ഭാഗവത്തിൽ ചർച്ച ചെയ്യുകയാണെങ്കിൽ എൻ്റെ അർത്ഥം എന്തുമായിരിക്കും അല്ലേ? കർദമ പ്രജാപതിക്ക് വേണമെങ്കിൽ ആരെ വേണമെങ്കിലും വിവാഹം കഴിക്കാം. പക്ഷെ അദ്ദേഹം അതിനും ഭഗവാനെ ആശ്രയിക്കുകയാണ്. ഭഗവാൻ തീരുമാനിക്കട്ടെ, ഇല്ലെങ്കിൽ വിവാഹം വേണ്ട, ഞാൻ തപസ് ചെയ്തിങ്ങനെ കഴിയും. എത്ര മനോഹരമായിട്ടുള്ളൊരു, അതാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. നീ പൂർണ്ണമായിട്ട് എന്നെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു ഭക്തനാണ്. അപ്പോൾ നിന്റെ ഏതെങ്കിലും ഒരു കാര്യം മുടങ്ങുമോ എന്നാണ് ഭഗവാന്റെ ചോദ്യം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ അല്ലേ? അടിപൊളി. അന്നേരം ഇവിടെ പറയുന്നു, നാളെ കഴിഞ്ഞ അടുത്ത ദിവസം ബ്രാഹ്മണ ശ്രേഷ്ഠ, ആ മഹാചക്രവർത്തി സ്വയംഭൂ മനു, ധർമ്മിഷ്ഠനായ സ്വയംഭൂ മനു, അദ്ദേഹത്തിൻ്റെ ഭാര്യ ശതരൂപയായിട്ട് അങ്ങേ കാണാൻ വരും. ആത്മജാമസീതാപാംഗീം വയശീലഗുണാൻവിതം മൃഗയാന്തിം പതിം ദാസ്യതി അനുരൂപായതേ പ്രഭു. അദ്ദേഹത്തിന് ഒരു മകളുണ്ട്, പ്രായപൂർത്തിയായിട്ടുള്ളൊരു പെൺകുട്ടി, വളരെ സദ്ഗുണസമ്പന്നയാണ്. ആ പെൺകുട്ടിക്ക് വേണ്ടി അനുയോജ്യമായിട്ടുള്ളൊരു ഭർത്താവിനെ അന്വേഷിക്കുകയാണ്. അതുകൊണ്ട് ആ പെൺകുട്ടിയുടെ അച്ഛനമ്മമാർ അങ്ങേ കാണാനായിട്ട് വരും. നീ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഭർത്താവാണ് ആ പെൺകുട്ടിക്ക് വേണ്ടി ഇത് പറയണം. കന്യാദാനത്തിനായിട്ട് അദ്ദേഹം വരുമെന്നാണ് പറഞ്ഞത്. സമാഹിതം തേ, അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കണേ. പൊതുവെ ഈ സ്വയംഭൂ മനു ശതരൂപ ദേവി എന്ന് പറഞ്ഞാൽ ബ്രഹ്മദേവന്റെ മകനാണ്, ഡയറക്റ്റ് മകനാണ്. അതുകൂടാതെ ഈ പ്രപഞ്ചത്തിന്റെ ഭൂമണ്ഡലം മൊത്തം ഭരിക്കുന്ന ആളാണ്. കർദമ പ്രജാപതിയാണെങ്കിൽ എന്തോ പറയുന്നേ, ഈ വളരെയധികം തപസ്വിയായിട്ട് കഴിയുന്നൊരു വ്യക്തിയാണ്. അന്നേരം അവര് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഭർത്താവാണെന്ന് നിശ്ചയിക്കുന്നത് നോക്കണേ, ഒരു ഭൗതിക ക്വാളിഫിക്കേഷൻ വെച്ചിട്ടല്ല, എത്രത്തോളം ഇന്ദ്രിയ നിയന്ത്രണമുണ്ട്, മനോനിയന്ത്രണമുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. പിന്നെ ചില വ്യക്തികൾക്ക് ചില സംശയം തോന്നും, ഓക്കെ, സ്വയംഭൂ മനു ബ്രഹ്മദേവന്റെ മകൻ, കർദമ പ്രജാപതി ബ്രഹ്മദേവന്റെ മകൻ, അന്നേരം സഹോദരൻ
സഹോദരന്റെ മകളെ വിവാഹം കഴിക്കുന്നു. അത് തെറ്റല്ലേ? അനീതിയല്ലേ? അധർമ്മമല്ലേ? അന്നേരം നമ്മുടെ നമ്മുടെ കാൽക്കുലേഷൻ വെച്ച് ഇതിനെയൊന്നും അളക്കാൻ നോക്കരുത്. പുത്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള പുത്രന്മാരല്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മളെല്ലാവരും ബ്രഹ്മദേവന്റെ മക്കളാണ്. നമ്മളെല്ലാവരും വരുന്നത് ഭഗവാന്റെ നാഭിയിൽ നിന്നാണ്. അന്നേരം പിന്നെ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? പക്ഷെ ഈ ഭൂമിയിൽ ധർമ്മാശ്രിതമായിട്ട് ഒരേ അമ്മയിൽ നിന്ന്, മനുഷ്യരായിട്ട് ഒരു അമ്മയിൽ നിന്ന് ജനിക്കുമ്പോഴാണ്, അന്നേരം ആ മനുഷ്യ ജനന പ്രക്രിയ അനുസരിച്ച് നമ്മൾ ജനിക്കുമ്പോഴാണ് അങ്ങനെയുള്ള നിയമ നിബന്ധനകൾ ധർമ്മം പാലിക്കേണ്ടത്. ഇത് ബ്രഹ്മദേവനിൽ നിന്ന് വന്നതാണ്. അത് സൃഷ്ടിയുടെ തുടക്കത്തിന് വേണ്ടിയാണ്. അവിടെ ഇങ്ങനെയുള്ള കൺഫ്യൂഷൻ വരേണ്ട ആവശ്യമില്ല. കാരണം ചില വ്യക്തികളുണ്ട് ഈ നെഗറ്റീവ് മാത്രം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാർക്ക് വേറൊന്നും അവർക്ക് പെട്ടെന്ന് കയറത്തില്ല. രാമായണം മുഴുവൻ വായിച്ചിട്ട് രാമൻ മാംസം കഴിച്ചു എന്നത് മാത്രമായിരിക്കും അവർ ചിന്തിക്കും. ശ്രീരാമസ്വാമി ബാക്കി പലതും ചെയ്ത് അതൊന്നും ഓർമ്മ കാണത്തില്ല. പിന്നെ അതേപോലെ ഭാഗവതം പഠിച്ചിട്ട് ഭഗവാൻ ഇത്രയും പെൺകുട്ടികളുമായിട്ട് കാമക്കേളികൾ ചെയ്തെന്നാണ് പറയുന്നത്. രാസലീലയുടെ അർത്ഥം പോലും അറിഞ്ഞൂടെ. ഒന്നാലോചിച്ചൂടെ. എന്ത് ചെയ്യാനാ കലിയുഗത്തിലെ കിറുക്കന്മാര്. അതേ ഇവരെ കുറിച്ച് പറയാൻ പറ്റും. നല്ല കാര്യങ്ങളൊന്നും തലയ്ക്കകത്ത് കയറത്തില്ല. അതിൻ്റെ അകത്ത് മറ്റേത് മോശമാണെന്നല്ല, അതിനെ ഡീപ്പായിട്ട് മനസ്സിലാക്കാൻ പറ്റത്തില്ല. എന്നാൽ ഇവരുടെ പ്രശ്നം എന്താ? അവർക്ക് ചെയ്യാൻ പറ്റും, പിന്നെ നമുക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ? ഭഗവാൻ എന്ന് പറഞ്ഞാൽ എന്തും ചെയ്യാന്നാണ്. അങ്ങനെയുള്ളൊരു ടെൻഡൻസിയാണ്. അതുകൊണ്ടാണ് കാലാകാലം ഈ കിറുക്കന്മാർ ഇവിടെ തന്നെ കിടക്കുന്നത്. കൊള്ളാല്ലേ കലിയുഗത്തിലെ കിറുക്കന്മാർ. കലിയുഗ കിറുക്കൻസ്. അന്നേരം സമാഹിതം തേ ഹൃദയം യത്രേമൻ പരിവത്സവരൻ സത്വം ബ്രഹ്മൻ നൃപോ. സമാഹിതം തേ ഹൃദയം യത്രേമം പരിവത്സരൻ. അതേപോലെ ഇന്നലെ ലൈവ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഏതോ ഒരു മെസ്സേജ് ഇടുക, ഹരേ കൃഷ്ണ സ്വാമിജി, മാതാജി ഇവിടെ. അവ ഇപ്പോഴും മാതാജിയെ കുറിച്ച് ചിന്തിച്ചോട്ടെ. ഇത്രയും കാലം കഴിഞ്ഞ് ലൈവ് എടുത്തിട്ട് അവന് മാതാജിയെ കണ്ടാൽ മതി. അവന് സ്വാമിയല്ല കാണണ്ട്. അവന്റെ അസുഖം എന്താണെന്ന് മനസ്സിലായി, ബ്ലോക്ക് ചെയ്തു. എന്തോ ചെയ്യാൻ, കലിയുഗത്തിലെ കിറുക്കമോ. ഹരേ കൃഷ്ണ. സമാഹിതം തേ ഹൃദയം യത്രേമം പരിവത്സരൻ സത്വം ബ്രഹ്മനൃപം വധു കാമം ആസു ഭജിഷ്യതി. എന്നിട്ട് ഇവിടെ ഭഗവാൻ പറയുന്നു, ആ രാജകുമാരി പ്രജാപതി, കർദമ പ്രജാപതി, ആ രാജകുമാരി നിന്റെ ഉള്ളിൽ നീ എന്താണോ ഒരു ഭാര്യയെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ, അതിനനുസരിച്ചുള്ള അനുയോജ്യമായിട്ടുള്ള ഭാര്യയാണ്. അധികം താമസിക്കാതെ നീയും ദേവഹൂതി ദേവിയായിട്ടുള്ള വിവാഹം കഴിയും. നിന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ നിന്റെ സേവനങ്ങൾ ദേവഹൂതി ദേവി ചെയ്യും എന്ന് ഭഗവാൻ പറഞ്ഞു. ഇത് വല്ലാത്തൊരു അനുഗ്രഹമാണ്. അന്നേരം എല്ലാവരും ആലോചിക്കുക, വിവാഹം കഴിച്ചവരല്ല, ഇനി വിവാഹം കഴിക്കാൻ പ്ലാനുള്ളവർ, ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നല്ലൊരു ഭർത്താവിന് നല്ലൊരു ഭാര്യയും കിട്ടും. ഒരിടത്ത് ഒരു തത്വചിന്തകൻ എഴുതുകയാണ്, വീട് വാങ്ങാൻ പറ്റും, പക്ഷെ കുടുംബത്തെ വാങ്ങാൻ കഴിയില്ല. അല്ലേ? നല്ല ബെഡ് വാങ്ങാൻ പറ്റും, പക്ഷെ ഉറക്കം വാങ്ങാൻ കഴിയില്ലെന്ന്.
ഭക്ഷണങ്ങൾ വാങ്ങാൻ പറ്റും, പക്ഷെ കഴിക്കാനുള്ള ആഗ്രഹത്തെ വാങ്ങാൻ കഴിയില്ലെന്ന്. കറക്റ്റ് അല്ലേ? അന്നേരം അതേപോലെ കണ്ണി കാണുന്നവരെയൊക്കെ വിവാഹം കഴിക്കാൻ പറ്റും. നമുക്ക് തോന്നും നമ്മുടെ സോൾമേറ്റ് ആണെന്നൊക്കെ തോന്നും. പിന്നെ വിവാഹം കഴിച്ച് കുറച്ച് കഴിയുമ്പോഴ ഇത് അജഗജാന്തര വ്യത്യാസമാണല്ലോ. ഹസ്ബൻഡ് നോർത്ത് പോളിലും ഭാര്യ സൗത്ത് പോളിലും. അന്നേരം എല്ലാവരും ഈ ശാരീരിക ആകർഷണം മാത്രമേ നോക്കൂ. മനസ്സിനെ കുറിച്ച് ആർക്ക് പ്രവചിക്കാൻ പറ്റും? ഭഗവാന് മാത്രമല്ലേ പറ്റും. അന്നേരം ഇവിടെ ഹരേ കൃഷ്ണ, ഇത് ആരെയും കുറ്റം പറയുന്നല്ല കേട്ടോ. പിന്നെ ആചാര്യന്മാർ പറയുന്നു, പൊതുവെ ആണുങ്ങളുടെ ഭാഗ്യവും അമ്മമാരുടെ മനസ്സും ആർക്കും പ്രവചിക്കാൻ പറ്റത്തില്ല. ഒരാള് പറയുകയായിരുന്നേ, ഞാൻ വിവാഹം കഴിച്ചതിന് ശേഷം ഞാൻ എന്താ പറയുന്നേ കോടീശ്വരനായെന്ന് പറഞ്ഞു. അന്നേരത്തേക്ക് ഉടനെ അടുത്തൊരു ഭർത്ത പറയും, നീ വിവാഹം കഴിച്ച് കോടീശ്വരനായല്ലേ? അതെ, വിവാഹം കഴിക്കുന്നതിന് മുമ്പേ ഞാൻ അറപ്പതിയായിരുന്നു. അന്നേരം ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വളരെ മാച്ചിങ് ആയിട്ടുള്ള ഒരു ഹസ്ബൻഡും വൈഫും ഒന്നിച്ച് നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭഗവാന്റെ അനുഗ്രഹം വേണം. ഭഗവാന്റെ അനുഗ്രഹം ഇല്ലെങ്കിൽ സന്യാസം തന്നെയാണ് ഏറ്റവും നല്ലത്. അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. അതാണ് നമ്മളെല്ലാവരും പഠിക്കേണ്ട ഒരു പാഠം. അന്നേരം ഇനി ലേറ്റായെന്ന് വിചാരിക്കണ്ട, എല്ലാവരും ഉള്ളെടുത്തിരുന്ന് നാമം ജപിക്കുക. ഏതാത്മഭൃതം വീര്യം നവദാ പ്രസവിഷ്യതി വീരേ ത്വദീയ ഋഷയായി അധ്യസ്യന്തി അജ്ഞസാത്മന. ഇവിടെ പറയുന്നു, ദേവഹൂതി ദേവിയിലൂടെ അങ്ങേക്ക് 9 പെൺകുട്ടികളുണ്ടാവും. അവരെല്ലാം സജ്ജനങ്ങളായിട്ടുള്ള ഋഷിമാർക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുക്കുക. അതിലൂടെ ഒരുപാട് സജ്ജനങ്ങൾ ഈ ലോകത്ത് വരും എന്ന് ഭഗവാൻ പറയുകയാണ്. ത്വം ച സമ്യക് അനുസ്ഥായ നിദേശം ത്വം ച സമ്യക് അനുസ്ഥായ നിദേശം മാശതമ മൈഥീർത്തി കൃതശേഷ ക്രിയാർത്ഥോ മാം പ്രപത്സ്യസേ. എന്നാൽ ഇവിടെ പറയുന്നു, എൻ്റെ നിർദ്ദേശപ്രകാരം നീ പ്രവർത്തിക്കുന്നതിലൂടെ നിന്റെ ഹൃദയം പരിശുദ്ധമാകുകയും നിന്റെ എല്ലാ പ്രവൃത്തിയുടെ ഫലവും എനിക്കായിട്ട് അർപ്പിക്കുന്നതിലൂടെ നീ തീർച്ചയായിട്ടും എൻ്റെ അടുത്തേക്ക് എത്തും എന്ന് ഭഗവാൻ പറയുകയാണ്. കൃത്വാ ദയാം ച ജീവേഷു ദത്വാ ചാഭയമാത്മവാൻ മയ്യാത്മാനം സഹജഗത് ദ്രക്ഷസി ആത്മനി ചാപി മാം. എല്ലാ ജീവജാലങ്ങളോടും കാരുണ്യം കാണിച്ചുകൊണ്ട് നീ ആത്മസാക്ഷാത്കാരത്തിലേക്ക് എത്തും. എല്ലാവരുടെയും സംരക്ഷകനായിട്ട് നീ ഇരിക്കും. നീ ആത്മസാക്ഷാത്കാരത്തിലൂടെ നീ ആരാണെന്ന് നീ മനസ്സിലാക്കും. എല്ലാ ബ്രഹ്മാണ്ടങ്ങളും എന്നിൽ തന്നെയാണ്, ഞാനും എല്ലാത്തിൻ്റെ ഉള്ളിലുണ്ട്, നിന്റെ ഉള്ളിലുമുണ്ട് എന്ന് നീ മനസ്സിലാക്കുന്നു. സഹാഹം സ്വാംശകലയാ ത്വദ്വീരേണ മഹാമുനേ തവ ക്ഷേത്രേ ദേവഹൂത്യാം പ്രണേഷ്യ തത്വസംഹിതാം. മഹർഷേ, ഞാൻ എൻ്റെ ഒരു വിസ്തരണത്തിലൂടെ എൻ്റെ ഒരു അംശകലാരൂപമായി ഞാൻ അങ്ങയുടെ ഭാര്യ ദേവഹൂതിയിലൂടെ മകനായിട്ട് ജനിക്കും എന്ന് ഭഗവാൻ പറയുന്നു. അങ്ങയുടെ ഭാര്യ എൻ്റെ അമ്മയായ ദേവഹൂതി ദേവിക്ക്
ആത്മസാക്ഷാത്കാരത്തിനായിട്ടുള്ള തത്വങ്ങൾ ഉപദേശിക്കും എന്ന് പറഞ്ഞു. മൈത്രേയ ഉവാച ഏവം തം അനുഭാഷ്യത ഭഗവാൻ പ്രത്യഗക്ഷജ ജഗാമ ബിന്ദുസരസ സരസ്വത്യാ പരിശ്രിതത്. എന്നിട്ട് മൈത്രേയ് പറഞ്ഞു, അങ്ങനെ കർദമ പ്രജാപതിയെടുത്ത് പറഞ്ഞിട്ട്, ഇന്ദ്രിയങ്ങൾ കൃഷ്ണാവബോധത്തിൽ പരിപൂർണമായിട്ടിരിക്കുന്നവർക്ക് മാത്രം കാണപ്പെടുന്ന ആ ഭഗവാൻ ബിന്ദു സരോവരം എന്ന് പറയുന്ന ആ സരോവരത്തിൽ നിന്നും അപ്രത്യക്ഷമായി. ആ ബിന്ദു സരോവരത്തിന് ചുറ്റും സരസ്വതി നദി ഒഴുകുകയായിരുന്നു. ഇവിടെ ഭഗവാന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാക്ക് പ്രത്യഗക്ഷജ, അതായത് ഭൗതിക ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണാൻ പറ്റാത്ത ആ ഭഗവാൻ, പക്ഷെ എന്നാലും കാണാൻ പറ്റും എന്നാണ് പറയുന്നത്. ആ ഭഗവാൻ അവിടുന്ന് അപ്രത്യക്ഷമായി എന്ന് പറയുന്നു. നിരീക്ഷതസ്തസ്യയാവശേഷ സിദ്ധേശ്വര വിഷ്ടുത സിദ്ധമാർഗ കർണയൻ ഭദ്രരതീന്ദ്രപക്ഷേരുച്ചരിതം സ്തോമ ഉദീർണസാമ. അപ്പോൾ മഹർഷി കർദമ പ്രജാപതി ഭഗവാൻ പോയ ആ വഴിയിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. വൈകുണ്ഠത്തിലേക്കുള്ള ആ വഴിയിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അപ്പോഴേക്കും ഗരുഡസ്വാമിയുടെ ചിറകിങ്ങനെ അടിക്കുമ്പം സാമവേദ മന്ത്രങ്ങൾ ഇങ്ങനെ കേൾക്കാൻ പറ്റും. അത് അന്നേരം ഗരുഡൻ സ്വാമിയുടെ ചിറകിങ്ങനെ അടിക്കുമ്പോൾ സാമവേദത്തിലെ ഭഗവാന്റെ സ്തുതികളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതും കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു കർദമ പ്രജാപതി. അഥാ സംപ്രസ്ഥിതേ ശുക്ലേ കർദമോ ഭഗവാൻ ഋഷി അസ്തേ സ്മ ബിന്ദു സരസി ത്വം കാലം പ്രതിപാലയൻ. അങ്ങനെ ഭഗവാൻ അവിടുന്ന് പോയപ്പോൾ കർദമ പ്രജാപതി ബിന്ദു സരോവരത്തിൻ്റെ അടുത്തായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഭഗവാൻ പറയുന്ന ആ സമയം എത്തുന്നത് വരെ കാത്തു നിൽക്കുകയാണ്. മനൂസ്യന്തനമാസ്ഥായ ശതകൗംബ പരിച്ഛദം ആരോപ്യ സ്വം ദുഹിതരം സഭാര്യ പര്യടന്മയീം. അങ്ങനെ സ്വയംഭൂ മനു ഭാര്യ ശതരൂപയായിട്ട് രഥത്തിൽ കയറി ദേവഹൂതി ദേവിയെയും രഥത്തിലിരുത്തി യാത്ര ആരംഭിക്കുകയാണ്. തസ്മിൻ സുധന്വന്നഹനി ഭഗവാൻ യത് സമാദിശത് ഉപയാദാശ്രമപദം ശാന്തവൃതസ്യ തത്. അങ്ങനെ അധികം താമസിക്കാതെ തന്നെ മഹർഷിയുടെ ആശ്രമത്തിലേക്ക് എത്തി. അദ്ദേഹത്തിൻ്റെ വ്രതമെല്ലാം തപസ്യെല്ലാം അവസാനിപ്പിച്ച് അതേ ദിവസം തന്നെയായിരുന്നു ഭഗവാനെ കണ്ട് ഭഗവാൻ പറഞ്ഞ ആ മൂന്നാമത്തെ ദിവസമായി. അതായത് തപസ്യ പൂർത്തീകരിച്ച് അടുത്ത ദിവസം യസ്മിൻ ഭഗവതോ നേത്രാൻ നിപതൻ അശ്രുബിന്ദവ കൃപയാ സംവിരതസ്യ പ്രപന്നേ അർപ്പിതായ വൃഷം തദ്വൈ ബിന്ദുസരോ നാമ സരസ്വത്യാ പരിപ്ലുതം പുണ്യം ശിവാമൃതജലം മഹർഷിഗണസേവിതം. അന്നേരം ആ ബിന്ദു സരോവരത്തിൻ്റെ അടുത്തായിട്ട് സരസ്വതി നദീതീരത്തായിട്ടുള്ള ആ സരോവരത്തിൽ പല പല ഋഷിമാരും അവിടെ താമസിക്കാനായിട്ട് വന്നു. ആ സരോവരം എങ്ങനെ ഉണ്ടായെന്ന് പറയുന്നു. ഭഗവാന്റെ കണ്ണിൽ നിന്ന് വന്ന കണ്ണുനീര് കൊണ്ടാണ് ആ ബിന്ദു സരോവരം ഉണ്ടായെന്ന് പറയുന്നു. കാരണം 10,000 വർഷം കർദമ പ്രജാപതി തപസ് ചെയ്തു. അന്നേരം ആ തപസ്സിൽ ഭക്തവത്സലനായ ഭഗവാന്റെ ഹൃദയം അലിഞ്ഞു. അത് കരുണാകരനാണ് ഭഗവാൻ. അന്നേരം ഭഗവാന് ഒരു പ്രത്യേക സ്നേഹം തോന്നി. ആ സ്നേഹത്താൽ ഭഗവാന്റെ കണ്ണ് നിറഞ്ഞു. ആ കണ്ണുനീരിൽ നിന്നാണ്, കാരണം ഭഗവാൻ നേരത്തെ പറഞ്ഞില്ലേ, പരിപൂർണമായിട്ട് എന്നെ ആശ്രയിച്ചിരിക്കുന്ന വ്യക്തികൾ, പ്രത്യേകിച്ച് നിന്നെ പോലുള്ള ഭക്തർ, കർദമ പ്രജാപതി, അവരുടെ ഒരാഗ്രഹം പോലും
വിഫലമാകത്തില്ല എന്ന് പറയുന്നു. അന്നേരം ഇവിടെ അന്നേരം കർദമ പ്രജാപതിയോട്, കാരണം അദ്ദേഹത്തിന് വേണ്ടിയല്ല സത്യത്തിൽ ചോദിക്കുന്നത്, ഭഗവാൻ ബ്രഹ്മദേവനിലൂടെ സൃഷ്ടികർമ്മങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. അതിനുശേഷം അദ്ദേഹം വീണ്ടും തപസ്സിനായിട്ട് പോവുകയാണ്. അത് ഈ ലോകത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ജീവിതം സമർപ്പിച്ചിരിക്കുകയാണ്. അന്നേരം അങ്ങനെയുള്ള ഭക്തര്, അങ്ങനെയുള്ള കർദമ പ്രജാപതിയെ കണ്ടപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. ഈ ഈച്ച കണ്ടില്ലേ, എല്ലാ ഈച്ചകളെ ഇവിടുന്ന് ഓടിച്ചാലും പുറം ലോകത്ത് ഏക്കർ കണക്കിന് സ്ഥലമുണ്ട്, പക്ഷെ എന്നാലും ഇവിടെ വന്നിട്ടേ ഇരിക്കും. അത് എനിക്ക് വേറെ പ്രശ്നം, ഭാഗവതം എടുക്കുമ്പോൾ എന്തിനാണ് ശല്യപ്പെടുത്തുന്നത്, ഒരു ഈച്ചയെങ്കിലും വന്നിരിക്കും എന്നുള്ളത്. ഈ മുറിക്ക് പുറത്ത് ഏക്കർ കണക്കിന് സ്ഥലമുണ്ട്, അവിടെ എങ്ങും പോകത്തില്ല, കറക്റ്റ് ഇവിടെ തന്നെ ഇരിക്കും എന്നുള്ളത്. ഇവിടെ എന്തിരിക്കുന്നത് എങ്കിൽ ഭാഗവതം കേൾക്കുകയാണെന്ന് വെച്ചാൽ അതുമല്ല, വെറുതെ വന്ന് ശല്യപ്പെടുത്താനായിട്ട്. അപ്പോ അതിനൊരു യോഗം കാണുമായിരിക്കും എന്തെങ്കിലും കേൾക്കാനായിട്ട്. അന്നേരം ഇവിടെ അടുത്ത ജന്മമെങ്കിലും ഭക്തനാവട്ടെ അല്ലേ. അന്നേരം ഇവിടെ എന്തു പറയുന്നേ, ഈ അന്നേരം ഈ ഭഗവാന് കർദമ പ്രജാപതിയോട് ഒരു കാരുണ്യം തോന്നി. അന്നേരം ആ കാരുണ്യത്താൽ ഭഗവാന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകി, അതിൽ നിന്നാണ് ബിന്ദു സരോവരം ഉണ്ടായത് എന്ന് പറയുന്നു. അന്നേരം ഇപ്പോൾ ബിന്ദു സരോവരം എവിടെയാണെന്ന് തപ്പേണ്ടിയിരിക്കുന്നു. അതിനെക്കുറിച്ച് പ്രഭുപാദ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. സരസ്വതി നദീതീരത്തായിട്ടാണെന്ന് പറയുന്നു. അന്നേരം ബദ്രിയ ഭാഗത്തായിരിക്കണം, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അന്നേരം ഭഗവാൻ അവിടുന്ന് പോയതിനു ശേഷം പല പല ഋഷിമാരും അവിടെ തങ്ങാൻ തുടങ്ങി ബിന്ദുസരോവരത്തിൽ. പുണ്യദ്രുമാലതജാലൈ കൂജത് പുണ്യമൃഗദ്വിജൈ സർവർത്തോ ഫലുപുഷ്യാദ്യാം വനരാജൈശ്രയൻവിതാം. അവിടെ പല പല വൃക്ഷങ്ങളും ചെടികളെയും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. പഴവർഗ്ഗങ്ങൾ നിറച്ചുള്ള ചെടികളും മരങ്ങളും, പൂക്കളുമുള്ള ചെടികളും മരങ്ങളും. അവിടെ ഒരുപാട് സാധു മൃഗങ്ങളും പക്ഷികളും ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ആ വനത്തിന്റെ ഭംഗിയെ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരുന്നു. മത്തദ്വിജാഗണേർഗുഷ്ടം മത്തഭ്രമര വിഭ്രമം മത്തബർഹി നടതോപം ഹവ്യൻ മത്ത കോകിലം. പല പല പക്ഷികളുടെ ശബ്ദം അവിടെ മുഴങ്ങുന്നുണ്ടായിരുന്നു. വണ്ടുകളുടെ ശബ്ദം, മയിലുകൾ, കുയിലുകൾ, കദംബ ചമ്പകാശോക കരഞ്ചാബകുലാശന കുന്ദമന്ദാരകൂദജൈശ്ചൂതപൂതൈരലങ്കൃതം കാരന്തവൈപ്ലാവൈർഹംസൈ കുരൈർജലകുക്കുതൈ സാരസേ ചക്രവാകൈശ്ച ചകോരൈർവൽഗുകൂജിതം. ആ ബിന്ദു സരോവരത്തിന് ചുറ്റുമായിട്ട് പല പല പുഷ്പങ്ങളുടെ മരങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ. കദംബം, ചമ്പക, അശോക, കരഞ്ച, ബകുലാസന, കുന്ദ, മന്ദാര, കുടജ, പിന്നെ പല മാവുകളും അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അവിടുത്തെ വായുവിന് പ്രത്യേകതരം ഒരു സുഗന്ധമുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതുകൂടാതെ കാരന്തവ പക്ഷികളുടെ ശബ്ദം, പ്ലാവ, അരയന്നങ്ങൾ, അങ്ങനെ കൊക്കുകൾ, ചക്രവാക പക്ഷികൾ, ചകോര പക്ഷികൾ, അവരുടെയൊക്കെ നാദം കേൾക്കാൻ പറ്റുമായിരുന്നു. തഥൈവ ഹരിണൈ ക്രോധൈ ശ്വാവിദ്ഗവയാ കുഞ്ചരൈ ഗോപുചൈർ ഹരിബിർമർക്കൈർ നകുലേനാഭിർവൃതം. അതിൻ്റെ തീരത്തായിട്ട് പല പല മാനുകളും കരടികളും മുള്ളൻ പന്നി, ആനകൾ, സിംഹം, കുരങ്ങുകൾ, പല പല ജീവികളും അവിടെ ഉണ്ടായിരുന്നു പറയുന്നു. പ്രവിശ്യ തത്തീർത്ഥപരം ആദിരാജ സഹാത്മജ
ददर्श मुनिमासीनं तस्मिन् हुदहुदासनं विद्योतमानं वपुषा तपसि उग्रयुजच्चिरं नातिक्षमं भगवता स्निग्धापाङ्गावलोकनात् त्यद्व्यवहार्तामृता कलापीयूषश्रवणेन च प्रांशन् पद्मपलाक्षं जटिलं चिरवाससम् उपसंस्मृत्य मलिनं യഥാർഹണം അസംസ്കൃതം. ഇത്രയും പവിത്രമായിട്ടുള്ള സ്ഥലത്ത് സ്വയംഭൂ മനു ഭാര്യയും മകളുമായിട്ട് അവിടെ എത്തി. അവിടെ കർദമ പ്രജാപതി ആശ്രമത്തിന് പുറത്തായിട്ടിരിക്കുന്നതായിട്ട് കണ്ടു. അവിടെ യാഗാഗ്നിയിൽ ഇങ്ങനെ ഹവിസുകൾ സമർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ശരീരം ഇങ്ങനെ ആ തപോബലം കൊണ്ടും യോഗബലം കൊണ്ടും തിളങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. എത്രയോ 10,000 വർഷങ്ങളോളം തപസ് ചെയ്തിട്ടും അദ്ദേഹത്തിൻ്റെ ശരീരം ക്ഷയിച്ചതായിട്ടോ ശോഷിച്ചതായിട്ടോ കാണപ്പെട്ടില്ല. കാരണം ഭഗവാന്റെ ആ കാരുണ്യ കൃപാകടാക്ഷത്തിലൂടെ അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് പുതിയ ഉണർവ് ലഭിച്ചിരുന്നു. അതുകൂടാതെ ഭഗവാന്റെ അധരപത്മങ്ങളിൽ നിന്നിരുന്ന വാക്കുകൾ കേട്ടിരുന്നു. അതും കൂടെ ഒരു കാരണമായിരുന്നു എന്ന് പറഞ്ഞു. ഇവിടെ പറയുന്നു, കർദമ പ്രജാപതി നല്ല പൊക്കമുള്ള വ്യക്തിയായിരുന്നു, വലിയ കണ്ണുകളായിരുന്നു, താമര ഇതൾ പോലെ, മുടിയൊക്കെ ജടാധാരിയായിരുന്നു, ഈ മരവുരിയായിരുന്നു ധരിച്ചിരുന്നത്. സ്വയംഭൂ മനു അദ്ദേഹത്തിൻ്റെ അടുത്തെത്തി കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ തപസ്സും വേഷവിധാനവും കൊണ്ട് ഒരു മണ്ണിൻ്റെ ഇടയിൽ വീണ് കിടക്കുന്ന രത്നത്തെ പോലെയായിരുന്നു എന്ന്. മണ്ണ് പൊടിയൊക്കെ ആയി കിടക്കുകയാണെങ്കിലും രത്നമാണല്ലോ. അതേപോലെ അദ്ദേഹത്തിൻ്റെ ശരീരത്തെ അത്രത്തോളം ശ്രദ്ധിക്കുന്നില്ലായിരുന്നു. പക്ഷെ എന്നിട്ടും അകത്ത തിളങ്ങുന്ന രത്നത്തെ സ്വയംഭൂ മനുവിന് മനസ്സിലാവുന്നുണ്ടായിരുന്നു. അഥോടജം ഉപയാതം നൃദേവം പ്രണതം പുരാ സപര്യയാ പാര്യഘൃണാത് പ്രതിനന്ദ്യാനുരൂപയാ. അന്നേരം സ്വയംഭൂ മനു ആശ്രമത്തിൽ വന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹത്തിന് മുമ്പിൽ ഇങ്ങനെ കൈകൂപ്പി ഇരിക്കുകയായിരുന്നു. അന്നേരം കർദമ പ്രജാപതി അദ്ദേഹത്തെ സ്വീകരിച്ചു. അദ്ദേഹത്തിന് വേണ്ടുന്ന ആദരവൊക്കെ നൽകി. ഗൃഹീതാർഹണമാസീനം സംയതം പ്രീണയൻ മുനി സ്മരൻ ഭഗവതാദേശം ഇതിയാഹ ശ്ലക്ഷണയാ ഗിര. അപ്പോൾ സ്വയംഭൂ മനു കർദമ പ്രജാപതി നൽകിയ ആസനത്തിലിരിക്കുകയായിരുന്നു. അപ്പോൾ കർദമ പ്രജാപതി ഭഗവാൻ നൽകിയ നിർദ്ദേശങ്ങളെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു. എന്നിട്ട് രാജാവിനോട് ഇങ്ങനെ പറഞ്ഞു, സ്വയംഭൂ മനുവിനോട്, നൂനം ചംക്രാമനം ദേവ സതം സംരക്ഷണയാ തേ വധായ ചാസതാം യസ്ത്വം ഹരേ ശക്തിർഹി പാലിനി. അങ്ങ് ഏതോ ധർമ്മപ്രവർത്തിക്ക് വേണ്ടി തന്നെ ആയിരിക്കുമല്ലോ അങ്ങ് യാത്ര ആരംഭിച്ചത്. അസുരന്മാരെ നിഗ്രഹിക്കാനും ധർമ്മസ്ഥാപനാർത്ഥമായിരിക്കുമല്ലോ. കാരണം അങ്ങ് സാക്ഷാൽ ഹരിയുടെ തന്നെ അംശമാണല്ലോ എന്ന് കർദമ പ്രജാപതി പറയുകയാണ്. യോ അർക്കേന്ദ്വഗ്നീന്ദ്രവായുനാം യമധർമ്മ പ്രചേതസാം രൂപാനി സ്ഥാനാദത്സേ തസ്മൈ ശുക്ലായ തേ നമഃ. അന്നേരം ഇവിടെ പറയുന്ന ഒരു രാജാവെന്ന് പറയുമ്പോൾ ആ രാജാവിൻ്റെ ഉള്ളിൽ സൂര്യദേവൻ്റെ ഒരു അംശമുണ്ട്, ചന്ദ്രദേവൻ്റെ, അഗ്നിയുടെ, ദേവേന്ദ്രൻ്റെ, വായുദേവൻ്റെ, യമൻ്റെ, ധർമ്മദേവൻ്റെ, വരുണദേവൻ്റെ, സാക്ഷാൽ വിഷ്ണുവിൻ്റെയും അംശം ഒരു ഭരണാധികാരിയിലുണ്ട്. അതുകൊണ്ട് അങ്ങേ ഞാൻ നമസ്കരിക്കുന്നു എന്ന് കർദമ പ്രജാപതി പറയുകയാണ്. നായതാരഥം ആസ്ഥായ ജൈത്രം മണിഗണാർപ്പിതം വിസ്ഫൂർജച്ഛണ്ഡകോദണ്ഡോ രഥേന ത്രിസൃണം നാഗൻ സ്വസൈന്യചരണക്ഷുണൻ വേപയാൻ മണ്ഡലം ഭുവ വികർഷൻ ബൃഹിതം സേനം പശ്യതി അസ്നുമാനിവ
തദൈവ സേതവേ സർവേ വർണ്ണാശ്രമനിബന്ധന ഭഗവദ്രചിതാ രാജൻ വിദ്യേരൻ വദദസ്യുഭി. അങ്ങയുടെ രഥത്തിൽ ഇങ്ങനെ സഞ്ചരിച്ചില്ല എങ്കിൽ, അങ്ങയുടെ ആ ശക്തമായിട്ടുള്ള ആ വില്ലിൻ്റെ ആ ഞാൺ വലിക്കുന്ന ശബ്ദം കേട്ടില്ല എങ്കിൽ ദുഷ്ടന്മാർ തീർച്ചയായിട്ടും ശക്തരാകും. അങ്ങ് സൂര്യനെ പോലെ പല പല സ്ഥലങ്ങളിലും ഇങ്ങനെ യാത്ര ചെയ്യുന്നതുകൊണ്ടാണ് ധർമ്മം ഉറപ്പായിട്ട് നിൽക്കുന്ന വർണ്ണാശ്രമ ധർമ്മ വ്യവസ്ഥയൊക്കെ ദുഷ്ടന്മാരാൽ നശിക്കപ്പെടാതെ ഇരിക്കുന്നത് എന്ന് പറയുന്നു. അത് ശക്തനായിട്ടുള്ളൊരു ഭരണാധികാരിയുടെ ലക്ഷണങ്ങളാണെന്ന് പറയുന്നു. അധർമ്മശ്ചാസമേധേന ലോലുപേർ വെങ്കുഷേ നൃഭി ശായനേ ത്വയി ലോകോയം ദസ്യഗ്രസ്തോ വിനക്ഷതി. അങ്ങ് ഈ ലോകത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തിയില്ലെങ്കിൽ അധർമ്മം ശക്തമാകും. കാശിനു വേണ്ടിയും അത്യാഗ്രഹത്തോടുകൂടി ജീവിക്കുന്ന വ്യക്തികൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിച്ചു തുടങ്ങും. അവർ ധർമ്മിഷ്ഠരായിട്ടുള്ള വ്യക്തികളെ ആക്രമിക്കും. അതിലൂടെ ഈ ലോകം നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അതാ വിപൃച്ഛേത്വം വീര യഥാർത്ഥം ത്വം ഇഹാഗത തദ്വയം നിർവലികേന പ്രതിപദ്യാമഹേ ഹൃദ. ഇത്രയും തിരക്കിൻ്റെ ഇടയിലാണെങ്കിലും അങ്ങ് ഇവിടെ വന്നതിന് എന്തായിരിക്കും കാരണം? അതെന്തായാലും അങ്ങ് എന്നോട് പറയൂ എന്ന് പറയുകയാണ്. അങ്ങനെ ഈ ഒരു അധ്യായം കഴിയുകയാണ്. അന്നേരം നമ്മൾ ഇന്നത്തെ ഈ അധ്യായത്തിൽ നിന്നും കർദമ പ്രജാപതിയുടെ തപസ്സിൽ നിന്നും നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം, ഭൗതിക ആഗ്രഹങ്ങൾ നമ്മൾ ഭഗവാനോട് ചോദിക്കാൻ പാടില്ല. പക്ഷേ നമ്മുടെ ഏത് കാര്യത്തിനും നമ്മൾ ഭഗവാനെ ആശ്രയിക്കുകയും വേണം. ഇനി അങ്ങനെ ഒരു കാര്യം ചോദിക്കുമ്പോൾ പോലും അത് ഭൗതികമാണ് എന്നതിൻ്റെ ഒരു ചമ്മൽ നമുക്കുണ്ടായിരിക്കണം. ഒരു നാണവും മാനവും ഇല്ലാതെ നമ്മൾ ഈ ഹോട്ടലിൽ പോയിട്ട് ഫുഡ് ഓർഡർ ചെയ്യുന്ന പോലെ ഭഗവാനോടൊന്നും ആജ്ഞാപിക്കരുത്. അത് നമ്മുടെ അവകാശമാണെന്ന് കാണരുത്. നമുക്ക് പറയാനും പ്രാർത്ഥിക്കാനുമുള്ള സ്വാതന്ത്ര്യം ഭഗവാൻ നൽകിയിട്ടുണ്ട്. അത് അധികാരമല്ല, അത് ഭഗവാന്റെ കാരുണ്യമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു കുട്ടി അച്ഛനോടോ അമ്മയോടോ ചോദിക്കുന്ന പോലെ നമുക്ക് ചോദിക്കാം. പക്ഷേ അച്ഛനും അമ്മയും അത് സമ്മതിച്ചില്ലെങ്കിൽ നമ്മൾ വാശി പിടിക്കാൻ പാടില്ല. അതുകൂടാതെ ഭഗവാനെക്കുറിച്ച് ഉള്ളിൽ നെഗറ്റീവായിട്ട് ചിന്തിക്കാൻ പാടില്ല. നമ്മൾ ഭഗവാനോടൊരു കാര്യം ചോദിച്ചിട്ട് അത് നടന്നില്ലെങ്കിൽ ഭഗവാൻ ഇഷ്ടമില്ല എന്ന് നമ്മൾ കരുതണം, വിശ്വസിക്കണം, സ്വീകരിക്കണം. അല്ലാതെ കൃഷ്ണൻ്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു കാര്യം ചെയ്യാം, ദേവിയുടെ അടുത്ത് പോകാം, അല്ലെങ്കിൽ മറ്റ് ദേവന്മാർ അവരുടെ അടുത്ത് പോയി പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുക, അവരോട് ചോദിക്കാം, ഇവരോട് ചോദിക്കാം. മനസ്സിലായില്ലേ? ഭഗവാൻ ഇനി മറ്റ് ദേവന്മാരോട് ദേവിയുടെ അടുത്ത് ചോദിച്ചാൽ പോലും അത് റിക്വസ്റ്റായിട്ട് ഭഗവാന്റെ അടുത്ത് തന്നെയാണ്. ഭഗവാൻ പറയും കൊടുക്കണ്ടെന്ന് പറയും. അല്ല പറയാം, എൻ്റെ അടുത്തൊന്നും ചോദിച്ചു കൊടുക്കേണ്ടത് പറഞ്ഞില്ലേ, കൊടുക്കണ്ട, അത്രേ ഉള്ളൂ. ഭഗവാൻ ഇഷ്ടമുള്ള ആളാണെങ്കിൽ എവിടെ പോയിട്ടും കാര്യമില്ല. ഇനി ഫ്രോഡാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊടുത്തേരെ, എന്തോന്നാവട്ടെ, നീ സഹിച്ചോ, ഇനി നിന്റെ ഭക്തയായിട്ട് ഇരുന്നോട്ടെ, എനിക്ക് അത്രയ്ക്ക് ശല്യം കുറയുമല്ലോ. അതുകൊണ്ട് ഭഗവാന്റെ കാൽക്കുലേഷൻ ആർക്കും മനസ്സിലാകത്തില്ല. അതുകൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ പ്രശ്നം നമ്മൾ നേരിടുമ്പോൾ ഭഗവാനോട് പ്രാർത്ഥിക്കാം. പക്ഷെ ചുമ്മാ പ്രാർത്ഥിച്ചാൽ പോരാ, 10,000 വർഷം തപസ് ചെയ്തതുപോലെ നമ്മളെ കൊണ്ട് പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്യണം. കഠിനമായിട്ട് കുറച്ച് വ്രതങ്ങളൊക്കെ അനുഷ്ഠിച്ച് ഭഗവാനെ എനിക്ക് പൊതുവെ അങ്ങേ പ്രാർത്ഥിക്കുമ്പോൾ ഭൗതികമായിട്ടൊന്നും ആഗ്രഹിക്കാൻ പാടില്ല. പക്ഷേ ഇത് അല്ല, ഞാൻ പെട്ടെന്ന് ഓർത്തുപോയേ, നമ്മുടെ ഗ്രൂപ്പിൽ പലതരത്തിലുള്ള ആൾക്കാരും വരും. അന്നേരം ഇടയ്ക്കൊരു ഭക്ത എന്തോ ഒരു ഇങ്ങനെ പൂർണ്ണമായിട്ട് ഇങ്ങനെ ഭക്തിയിലില്ലായിരുന്നു. അത് എന്തൊക്കെയോ
എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ കാണിക്കുകയാണ്. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ അവരുടെ ഉള്ളിൽ എന്തോ ഒരു തെറ്റിദ്ധാരണ വന്നു, നമ്മുടെ ഏതോ ഭക്തർ ആണ് അവരെ ഇങ്ങനെ പുറത്താക്കിയത്. അന്നേരം ഉടനെ പിന്നെ ഇവർ തമ്മിൽ കണ്ടപ്പോൾ ഉടനെ ഈ ഭക്തരെന്ന് പറയാ, ഇപ്പോഴും നീ ഇതിനകത്തുണ്ടല്ലേ, ഞാൻ എന്നും എനിക്ക് ഒരേ ഒരു പ്രാർത്ഥനയുള്ളൂ, നീ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് പുറത്തു ആ ഭക്തൻ നെഞ്ചത്ത് കൈ വെച്ചു, എൻ്റെ അമ്മ എന്തുവാണ്. എന്തു ആൾക്കാരുടെ ലെവൽ എന്തുവല്ലേ. എനിക്കോ ഇല്ല അന്നേരം നിനക്കോ കിട്ടാൻ പാടില്ലെന്ന് അങ്ങനെയുള്ള ഒരു പ്രവണത എന്തുപോലെ. അന്നേരം ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഗോലോകത്ത് എന്ന് കഴിഞ്ഞാൽ എന്തുമായിരിക്കും, അവിടെയൊക്കെ കുളമാക്കി വെച്ച്. അതുകൊണ്ടാണ് ഭാഗ്യത്തിന് ഇവർക്കൊന്നും പോകാൻ പറ്റാത്തത്. ഹരേ കൃഷ്ണ. അതുകൊണ്ട് നമ്മുടെ അസൂയ മനോഭാവം, ദ്വേഷ മനോഭാവം, ഇതൊന്നും നമ്മുടെ ഉള്ളിൽ ഒരിക്കലും വരരുത്. അന്നേരം നമ്മൾ ഭഗവാനോടൊരു കാര്യം ചോദിക്കുമ്പോൾ നമുക്കൊരു ഉളുപ്പുണ്ടായിരിക്കണം, ഇത് ആക്ച്വലി ഭൗതികമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൂടാതെ ചോദിക്കുകയാണെങ്കിൽ അത് ഭഗവാനോട് തന്നെ ചോദിക്കണം. ഇനി ചോദിച്ചാലും അത് നടന്നാലും ഇല്ലെങ്കിലും അത് ഒരു വിഷയമാക്കണ്ട. ഭഗവാനോട് അഭ്യർത്ഥിക്കുക, ഭഗവാനെ ഇത് നമ്മളിങ്ങനെ ഉദ്ദേശിക്കുന്നുണ്ട്, ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ അങ്ങയുടെ സേവനങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അത് ആത്മാർത്ഥമായിട്ട് പറയണം, ഉള്ളിൽ വേറെ വെച്ചിട്ടൊന്നും പറയുകയും ചെയ്തത്. കാരണം നമ്മൾ പറയുന്നത് ഭഗവാനോടാണ്, ആൾ ഉള്ളിലും ഇരിപ്പുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഉള്ളിലെ ആ ചിന്തകൾ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് എങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കണം എന്നതാണ്. ഭഗവാനോട് എന്ത് പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം, അതും ആൾക്കാർക്ക് അറിഞ്ഞൂടെ എന്നുള്ളത്. അന്നേരം ഈ ലോകത്തിൽ ഏത് നടക്കാത്ത കാര്യവും നടത്താൻ പറ്റുന്ന ഒരേ ഒരാള് ഗുരുവായൂരപ്പനാണ്. വേറെ എവിടെ പോയാലും ഡൗട്ട്ഫുള്ളാണ്. നമുക്ക് തോന്നും താൽക്കാലികമായിട്ട് നടക്കുമെന്നൊക്കെ, പക്ഷെ ഒടുവിൽ കൊണ്ട് എല്ലാം കുളമാവും. അത് വെള്ളം കോരിയിട്ട് അവസാനം കുടം ഉടയ്ക്കുന്ന രീതിയിലേ എല്ലാ കാര്യങ്ങളും നടക്കൂ. പക്ഷെ അഥവാ ആർക്കെങ്കിലും നടത്താൻ പറ്റുമെങ്കിൽ അത് ഗുരുവായൂരപ്പന് മാത്രമാണ്. അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക. അതായത് നമുക്ക് ഒരു യോഗം ഇല്ലെങ്കിൽ പോലും ഒരു യോഗം കൊണ്ടുവരാൻ ഗുരുവായൂരപ്പന് കഴിയുന്നുള്ളതാണ്. പിന്നെ അദ്ദേഹത്തിൽ നിന്ന് പേടിക്കുന്നില്ല, അദ്ദേഹം തിരിച്ചെടുക്കുകയും ചെയ്യും. ഹരേ കൃഷ്ണ. എൻ്റെ അച്ഛനും അമ്മയ്ക്കും 3 വർഷം വരെ കുട്ടികളില്ലായിരുന്നു. അന്നേരം നേർച്ചയൊക്കെ നേർന്നോടെ ഗുരുവായൂർ. അന്നേരം ഭഗവാൻ തിരിച്ചെടുക്കും, അത് ഉറപ്പായിട്ട് എടുക്കും. കാരണം അദ്ദേഹത്തിന്റെ പ്രോപ്പർട്ടി അല്ലേ. കാരണം ഈ പ്രപഞ്ചം മുഴുവൻ അദ്ദേഹത്തിൻ്റെതാണ്. അന്നേരം പിന്നെ എല്ലാം അദ്ദേഹത്തിന് വേണ്ടിയുള്ളതാണ്. നമുക്ക് യോഗം ഇല്ലാതെ ഇരിക്കുകയാണ്, എന്നിട്ടും നമ്മൾ ചോദിക്കുകയാണ്, ശരി നിങ്ങളുടെ ആഗ്രഹം ഇന്ന് നടക്കട്ടെ, പക്ഷെ കറക്റ്റ് സമയമാകുമ്പോൾ തിരിച്ചു തരണം. അതുകൊണ്ട് സ്വമേധയാ നമ്മൾ കൊടുക്കുക, അല്ലെങ്കിൽ ഭഗവാന് മേടിക്കാൻ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഭഗവാനോട് ചോദിക്കാം, പക്ഷെ നിർബന്ധ ബുദ്ധി വെക്കരുത്. പിന്നെ ഇവിടെ കാര്യം നടക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് വേറെ പലയിടത്തും പോവുകയും ചെയ്തു. അത് ശുദ്ധ അബദ്ധമാണ്, മഹാമണ്ഡത്തരമാണ്. നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, വീട് കിട്ടും പക്ഷെ കുടുംബം കിട്ടത്തില്ല. സ്നേഹമുള്ള കുടുംബത്തിൽ ആരും കാണത്തില്ല. ഒന്ന് ആലോചിച്ച് നോക്കാം. അന്നേരം നമുക്ക് മെയിനായിട്ട് വേണ്ടുന്ന സമാധാനമാണ്. സമാധാനം കിട്ടണോ, ഭഗവാന്റെ അനുമതിയോട് കൂടി തന്നെ എല്ലാ കാര്യങ്ങളും നടക്കണം. ഇപ്പോൾ വിവാഹം നടക്കുന്നില്ലെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഭഗവാനെ ഒരു വിവാഹം നടത്തണേ എന്ന് പറയുമ്പോൾ അവസാനം ഒരാളെ കിട്ടും. ജീവിതകാലം മുഴുവൻ തലവേദനയായിട്ട്. പിന്നെ നമ്മൾ ഭഗവാനോട് പറയും, ഭഗവാനെ സമാധാനത്തിന് വേണ്ടിയാണ് വിവാഹം ചോദിച്ചത്. അന്നേരം ഭഗവാൻ പറയും, സമാധാനമല്ലല്ലോ നീ ചോദിച്ചത്, വിവാഹം നടക്കണേന്നല്ലേ പറയും, നടന്നല്ലോ. അതേപോലെ നമ്മൾ പറയും, ഭഗവാനെ കുറച്ച് കാശ് കിട്ടിയിരുന്നെങ്കിൽ കാശ് കിട്ടും, പക്ഷെ സമാധാനം കിട്ടുന്നില്ല.
അതുകൊണ്ട് നമുക്ക് ഏറ്റവും വേണ്ടത് സമാധാനവും സംതൃപ്തിയാണ്. അന്നേരം സമാധാനവും സംതൃപ്തി ഭഗവാൻ പറഞ്ഞു അത് നിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. നീ സമാധാനത്തോടുകൂടി ഇരിക്കുന്നില്ല, അതുകൊണ്ടാണ് നിനക്ക് സമാധാനമില്ലാത്തത്. നീ അടങ്ങി ഒതുങ്ങി ഒരിടത്ത് ഇരിക്കൂ, നിന്റെ മനസ്സിനെ ഒന്ന് പിടിച്ചു നിർത്തൂ, എന്നിട്ട് നാമം ജപിക്കൂ, എൻ്റെ ഭക്തനാകൂ. അപ്പോൾ ഹൃദയം അങ്ങോട്ട് തണുക്കും. ഒരു സംതൃപ്തി, സാറ്റിസ്ഫാക്ഷൻ, അത് ഭഗവാന്റെ സേവനത്തിലൂടെ മാത്രമേ കിട്ടൂ. കോടാനുകോടി രൂപ ഉണ്ടാക്കിയാൽ ഒരു രക്ഷയില്ലെന്നുള്ളത്, ഒരു രക്ഷയില്ലെന്നുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കണം. അന്നേരം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അന്നേരം ഇടയ്ക്ക് വെച്ച് ഒരു ഇത് കേട്ടതാണ്. ഇത് ഒരു ബിസിനസ്സുകാരൻ വളരെ തിരക്കിട്ടിങ്ങനെ ഓടുകയായിരുന്നു. അന്നേരം ആ ബിസിനസ്സുകാരൻ തിരക്കിട്ട് ഓടുന്ന സമയത്ത് ഒരു നദീതീരത്ത്, ഒരു കടൽ തീരത്ത് ഒരാളിങ്ങനെ ചൂണ്ടയിട്ടിട്ട് ഇങ്ങനെ കസേരയിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ചാരി കസേരയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരു ചൂണ്ടയിട്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴത്തേക്ക് ഒരു ബിസിനസ്സുകാരൻ ഓടി വന്നു. എന്നിട്ട് ബിസിനസ്സുകാരൻ ഓടി വന്നിട്ട് പറഞ്ഞ്, ഡോ, ഇങ്ങനെ ചൂണ്ടയിട്ടിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? അന്നേരം ഉടനെ പറഞ്ഞു, പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ വലിയൊരു വല പിടിക്കൂ, വല എടുത്തിട്ട് അത് സമുദ്രത്തിലേക്ക് വീശൂ. അപ്പോൾ നിങ്ങൾക്ക് ഒരു മീന് പകരം ധാരാളം മീനെ കിട്ടും. അപ്പോൾ ഉടനെ ആൾ ചോദിച്ചു, ഓക്കെ, അത്രയും മീൻ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാനാണ്? ഉടനെ ബിസിനസ്സുകാരൻ പറഞ്ഞ്, അത്രയും മീൻ വെച്ച് നിങ്ങൾക്ക് ഒരുപാട് കാശ് കിട്ടും. ആ കാശ് വെച്ച് നിങ്ങൾക്ക് ഒരു ബോട്ട് വാങ്ങിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ബോട്ട് വാങ്ങിയിട്ട് ഞാൻ എന്ത് ചെയ്യണം? ബോട്ട് വാങ്ങിയിട്ട് ഒരുപാട് വലകൾ ഇടാൻ പറ്റും. സമുദ്രത്തിൻ്റെ നടുക്ക് പോയിട്ട് വലിയ വലകൾ ഇടാം. അന്നേരം എന്താവും? അന്നേരം ഇനിയും കൂടുതൽ മീനുകളെ കിട്ടും പറഞ്ഞു. അത്രയും മീനുകൾ വെച്ച് ഞാൻ എന്ത് ചെയ്യാം? അന്നേരം പറയും, ഇനിയും കാശ് കിട്ടും. അന്നേരത്തിൽ പറഞ്ഞാൽ അത്രയും കാശ് വെച്ചിട്ട് ഇനി അന്നേരം കൂടുതൽ ബോട്ടുകൾ വാങ്ങാം, കൂടുതൽ മീനെ പിടിക്കാം. അവർ അത്രയും കാശ് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുക? അന്നേരം ഉടനെ പറഞ്ഞ് ഇനിയും കൂടുതൽ എക്സ്പാൻഡ് ചെയ്യും, ഇനിയും ഇത് കിട്ടും എന്നൊക്കെ പറഞ്ഞ് അവസാനം പറയും, പിന്നെ എന്ത് ഞാൻ ചെയ്യാനാണ്? അവസാനം ബിസിനസ്സുകാരൻ ദേഷ്യമായിട്ട് പറഞ്ഞു, അവസാനം നിനക്ക് സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് ഇരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ ആള് പറയാ, ഞാൻ ഇപ്പൊ സമാധാനത്തോടു കൂടിയാണ് ഇവിടെ ഇരിക്കുന്നത്. അങ്ങനെ ഇന്നത്തെ ആൾക്കാരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും ഓട്ടത്തിലാണ്. സ്വസ്ഥമായിട്ടും അതിൻ്റെ അർത്ഥം മടി പിടിച്ചിരിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. നമ്മൾ കഷ്ടപ്പെടണം, അധ്വാനിക്കണം ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി, നമ്മുടെ ഉപജീവനത്തിന് വേണ്ടി നമ്മൾ കഷ്ടപ്പെടണം. മടി ഒരിക്കലും നല്ലതല്ല. പക്ഷേ ഇത് മീൻ പിടിക്കാൻ പോകണോ എന്നൊന്നുമില്ല കേട്ടോ. ഇത് 4 യമനിയമങ്ങൾ തെറ്റിക്കും മീൻ കഴിക്കുമ്പോൾ. അത് മീനെ ശ്വാസം മുട്ടിച്ച് കൊന്നു കഴിഞ്ഞാൽ നമ്മൾ ശ്വാസം മുട്ടിച്ചാവും, അത് കുറക്കുക. ഇത് യമനിയമങ്ങൾ തെറ്റിക്കാൻ വേണ്ടിയല്ല. അതുകൊണ്ടായിരുന്നു ഞാൻ ആലോചിച്ചത്, മീന് പകരം വേറെ എന്തെങ്കിലും കൊണ്ടുവരും. പിന്നെ വേറൊന്നും അതുമായിട്ട് മാച്ച് ആവുന്നില്ല. അന്നേരം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കണം. അന്നേരം ഈ ലോകത്ത് എല്ലാവരും കാശിൻ്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ആ കാശ് എന്തിനു വേണ്ടി ഉപയോഗിക്കണം എന്നാർക്കും അറിഞ്ഞൂടാ. കാശിനെ വീണ്ടും കാശുണ്ടാക്കാൻ വേണ്ടി എറിഞ്ഞുകൊണ്ട് കാശിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ കാശുണ്ടാക്കി വീണ്ടും കാശിനെ എറിഞ്ഞിട്ട് ഇങ്ങനെ, അന്നേരം ഒരിക്കലും തീരാത്ത ചക്രത്തിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്.
കാരണം എവിടെയെങ്കിലും നിന്ന് കഴിഞ്ഞാൽ എല്ലാം പൊളിയും. ഈ എല്ലാ കോടീശ്വരന്മാരുടെയും ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചീട്ട് കൊട്ടാരം പോലെയാണ്, ചീട്ട് വെച്ചുണ്ടാക്കിയ കൊട്ടാരം പോലെ. ഒരു ചീട്ട് ഇറക്കിയാൽ മതി, എല്ലാം ടപ്പെന്ന് പറഞ്ഞ് വീഴും. ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനായ മസ്ക്, അദ്ദേഹത്തിൻ്റെ മകൾ ഇടയ്ക്ക് കോർട്ടിൽ പറയുകയാണ്, 18 വയസ്സായപ്പം എനിക്ക് എൻ്റെ അച്ഛനുമായിട്ട് ഒരു ബന്ധവും വേണ്ടെന്ന്. ഇലോൺ മസ്കിൻ്റെ മകൾ, ടെസ്ല അതിൻ്റെയൊക്കെ ഫൗണ്ടർ ആള്. ലോകത്തിലുള്ള എല്ലാവരും ഭയങ്കര അത്ഭുത വ്യക്തിയായിട്ടാണ് ആളെ കാണുന്നത്. അന്നേരം അങ്ങനെ എല്ലാ കോടീശ്വരന്മാരെയും നോക്കി കഴിഞ്ഞാൽ ബിൽഗേറ്റ്സ് ഉൾപ്പെടെ എല്ലാവരും ഡിവോഴ്സികളാണ്. അവരുടെ കുടുംബജീവിതത്തിൽ അവരെല്ലാം പരാജിതരാണ്. അപ്പോൾ ഉടനെ നിങ്ങൾ പറയാം, അപ്പോൾ അംബാനിയോ? അത് നല്ലൊരു ചോദ്യമാണ്. അന്നേരം കുടുംബജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും നമ്മൾ പുറത്തുനിന്ന് കാണുന്ന പോലെയല്ല. അവരുടെ സ്വന്തം ജീവിതത്തിൽ അവരെങ്ങനെയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, സമാധാനമില്ല. കാരണം അവർ ഈ ചീട്ട് കൊട്ടാരം ഇങ്ങനെ കെട്ടി ഇങ്ങനെ പൊക്കി ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു ചീട്ട് പൊട്ടിക്കഴിഞ്ഞാൽ ടപ്പെന്ന് പറഞ്ഞിട്ട് എല്ലാം വീഴുമെന്നുള്ളതാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ കഷ്ടപ്പെടണം, അധ്വാനിക്കണം, നമ്മുടെ ഉപജീവനത്തിന് വേണ്ടി, സർവോപരി ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി. അതിനു വേണ്ടിയാണ് നമ്മൾ സമയം കണ്ടെത്തേണ്ടത്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ദിവസം നമ്മൾ ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് പോകേണ്ടവരാണ്. അത് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. അതാണ് ഇന്നത്തെ സത്സംഗത്തിൽ നമ്മൾ പഠിക്കേണ്ടത്. വിരക്തിയുടെ ശക്തി. അതാണ് കർദമ പ്രജാപതിയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത്. കർദമ പ്രജാപതി ധ്യാനനിമകനായിട്ട് തപസ് ചെയ്തപ്പോൾ തന്നെ സാക്ഷാൽ ഭഗവാനെ കാണാൻ പറ്റി. അദ്ദേഹം ആഗ്രഹിച്ച കാര്യങ്ങൾ പോലും നടന്നു. ഇനി നടന്നില്ലായിരുന്നുവെങ്കിലും കർദമ പ്രജാപതി പ്രജാ ഉൽപാദനത്തിന് വേണ്ടി വന്ന ആളാണ്. ബ്രഹ്മദേവന്റെ മകനാണ് സ്വയംഭൂ മനു. അന്നേരം ബ്രഹ്മദേവന് സ്വയംഭൂ മനുവിൻ്റെ അടുത്താണ് പറഞ്ഞത് കർദമ പ്രജാപതിയാണ് ഏറ്റവും അനുയോജ്യനായിട്ടുള്ള വരൻ. അന്നേരം കർദമ പ്രജാപതിക്ക് നേരെ വേണമെങ്കിൽ ബ്രഹ്മദേവന്റെ അടുത്ത് നിന്നിട്ട് ചോദിക്കാം, ആരാണ് എൻ്റെ അനുയോജ്യമായിട്ടുള്ള പെൺകുട്ടി, ആരെയാണ് ഞാൻ വിവാഹം കഴിക്കണമെന്ന് വേണമെങ്കിൽ ഡയറക്റ്റ്ലി ചോദിക്കാം. പക്ഷെ ബ്രഹ്മദേവന് ഉപദേശിച്ച എന്താണ്? നീ പോയി തപസ് ചെയ്യാനാണ് പറഞ്ഞത്. ആ തപസ്സിന്റെ ഫലമായിട്ട് സാക്ഷാൽ ഭഗവാനെ കണ്ടു. അതിലൊന്ന് ആലോചിച്ച് നോക്കും, ഭഗവാനെ കണ്ടില്ലായിരുന്നു എന്തായനെ? വിവാഹം നടന്നേനെ, കുട്ടികളുണ്ടായേനെ. പക്ഷെ കപിലമുനി വരണം, ഭഗവാൻ മകനായിട്ട് വരണം എന്നത് ചിലപ്പോൾ നടക്കത്തില്ലായിരുന്നു. അതിനായിട്ടാണ് ബ്രഹ്മദേവൻ അവിടെ ഉപദേശം കൊടുത്തിരിക്കുന്നത്. അന്നേരം അതേപോലെ ഭഗവാന്റെ അനുഗ്രഹത്താൽ ഭഗവാന്റെ നിർദ്ദേശപ്രകാരവും നമുക്ക് ജീവിക്കാൻ കഴിയും. ഇപ്പം നമ്മുടെ തന്നെ ജീവിതം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതം നിങ്ങൾ നോക്കൂ. ഈ സത്സംഗത്തിൽ വരുന്നതിന് മുമ്പേയും നിങ്ങൾക്ക് കുടുംബജീവിതം ഉണ്ടായിരുന്നു. ഇപ്പം ഭക്തിയിൽ വന്നതിന് ശേഷം കുടുംബജീവിതമുണ്ട്. അന്നേരം നമ്മൾ ഒന്നും അകറ്റുകയല്ല ചെയ്യുന്നത്, ഭഗവാനെ അടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് തന്നെയാണ് നമുക്ക് എല്ലാവരെയും പഠിപ്പിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒന്നും അകറ്റി നിർത്തുകയല്ല ചെയ്യുന്നത്, നമ്മുടേതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു മാറുകയല്ല ചെയ്യുന്നത്. പക്ഷെ വിരക്തി വേണം, ആസക്തി ഇല്ലാതെ പ്രവർത്തിക്കണം. എന്നിട്ട് എന്തായാലും ഒരു ദിവസം നമുക്ക് ഇതെല്ലാം ഉപേക്ഷിക്കണം. അന്നേരം മരണത്തിൻ്റെ അടുത്ത് എത്തുന്നതിന് മുമ്പേ സ്വമേധയാ നമ്മൾ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അത്രത്തോളം സമാധാനത്തോടുകൂടി നമുക്ക് മരിക്കാൻ കഴിയും. അല്ലാതെ ഇതെല്ലാം ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ മരിക്കുന്ന സമയത്ത് ഇതെല്ലാം നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം ഉണ്ടാവും, ഉറപ്പായിട്ടുണ്ടാവും. അതുകൂടാതെ ഇത് ആരിനി ഇതിനെ മുന്നോട്ട് നടത്തും എന്നൊരു ഭയം ഉണ്ടാവും. അന്നേരം ഈ ചില വ്യക്തികൾ ഇങ്ങനെ മരിക്കുന്ന വ്യക്തികളെ കുറിച്ച് സ്റ്റഡി ചെയ്ത സമയത്ത് അവരെ ഒരു സർവേ നടത്തിയപ്പോൾ അവർക്ക് മനസ്സിലായത് എല്ലാ വ്യക്തികളും, മരിക്കുന്ന എല്ലാ വ്യക്തികളും അതൃപ്തിയോടുകൂടിയാണ് മരിക്കുന്നത്. ഇനി ഓക്കെ, അവരുടെ ആഗ്രഹം പൂർത്തീകരിക്കപ്പെടാത്തതുകൊണ്ടാണോ? അല്ല, മിക്ക വ്യക്തികളും മരിക്കുന്ന വ്യക്തികളുടെ അതൃപ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അയ്യോ കുറച്ചും കൂടെ കാശ് എനിക്ക് ഉണ്ടാക്കാമായിരുന്നു, അല്ലെങ്കിൽ കുറച്ചും കൂടെ എനിക്ക് ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാം. അല്ല, എല്ലാവരുടെയും ചിന്ത
കുറച്ചും കൂടെ ജീവിതം ജീവിക്കണമായിരുന്നു, എൻ്റെ ഇഷ്ടപ്രകാരം കുറച്ചും കൂടെ സമാധാനം എൻ്റെ ജീവിതത്തിൽ വേണമായിരുന്നു എന്നുള്ളൊരു അതൃപ്തിയോട് കൂടിയാണ് എല്ലാവരും മരിക്കുന്നത്. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു യഥാർത്ഥ സന്തോഷം കിട്ടിയിട്ടില്ല എന്നൊരു അതൃപ്തിയോട് കൂടിയാണ് എല്ലാവരും മരിക്കുന്നത്. അല്ലാതെ ആരും കുറച്ചും കൂടെ എൻ്റെ അക്കൗണ്ടിൽ കാശുണ്ടായിരിക്കണം, കുറച്ചും കൂടെ എനിക്ക് ഇത് കിട്ടണമായിരുന്നു, അത് കിട്ടണമായിരുന്നു ഒന്നുമല്ല. മിക്ക വ്യക്തികളും മരിക്കുന്നതിൻ്റെ അടുത്തിരിക്കുന്ന വ്യക്തികൾ, വൃദ്ധാവസ്ഥയോടുകൂടി ആ മരിക്കുന്ന വ്യക്തികൾ എല്ലാവരും, രോഗബാധിതരായിട്ട് മരിക്കുന്ന വ്യക്തികൾ എല്ലാവരും ചിന്തിക്കുന്നത് എൻ്റെ ജീവിതം വെറുതെ ആയോ എന്നൊരു അസംതൃപ്തിയിലൂടെയാണ് എല്ലാവരും മരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ളൊരു മരണമാണോ നമ്മളും ആഗ്രഹിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മൾ ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി, ഭഗവാനെ അറിയാൻ വേണ്ടി ഒന്നും ശ്രമിച്ചില്ല എങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ ഒരു മരണമാണ് നമ്മളെ കാത്തിരിക്കുന്നത്. പക്ഷേ അന്നേരം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കർദമ പ്രജാപതിക്ക് ഭഗവാനോട് ചോദിക്കാതെ തന്നെ, ഭഗവാനെ ഉൾപ്പെടുത്താതെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാം. അതേപോലെ നമ്മുടെ ജീവിതത്തിലും സത്സംഗം ഇല്ലാതെ തന്നെ നമ്മൾ ജീവിച്ചിരുന്നു, ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. പക്ഷേ നേരത്തേക്കാട്ടിയും കുറച്ചും കൂടെ സമാധാനമുണ്ട്. എന്തുകൊണ്ട്? ആ 16 മാല ജപം, 4 യമനിയമങ്ങൾ, ഭഗവാന് വേണ്ടി ചെയ്യുന്ന സേവനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആഡായി. അതിൻ്റെ അർത്ഥം സമയം കുറഞ്ഞു ഇല്ല, കുറച്ചും കൂടെ സമയം കൂടുതൽ കിട്ടുകയാണ്. എന്തുകൊണ്ട്? കാരണം വേറെ എങ്ങോട്ടൊക്കെയോ നമ്മുടെ സമയം പോവുകയായിരുന്നു വെറുതെ. ഇപ്പോൾ പല വ്യക്തികളും ജപിക്കുന്നതിന് മടി പറയും, അവർ പറയും സമയമില്ല. പക്ഷെ ജപിച്ച് തുടങ്ങുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇഷ്ടംപോലെ സമയം ഇപ്പോൾ ഉണ്ട്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊന്നും നമുക്ക് സമയം കൊടുക്കാൻ സമയമില്ല. അതിന് സമയമില്ല എന്ന് പറയുന്നത് വെറുതെയാണ്. നമ്മുടെ ജീവിതത്തിലെ പ്രയോറിറ്റീസ് എന്തൊക്കെയാണ്, എന്തിനാണ് നമ്മൾ കൂടുതൽ മുൻതൂക്കം കൊടുക്കുന്നത്, അതിനനുസരിച്ചാണ് നമ്മൾ സമയം കണ്ടെത്തുന്നത്. നേരത്തെ ജപിക്കാൻ സമയമില്ലായിരുന്നു, ഇപ്പോൾ അനാവശ്യ കാര്യങ്ങൾക്ക് സമയമില്ല, ആവശ്യമുള്ള കാര്യങ്ങൾക്ക് സമയമുണ്ട്. നമ്മുടെ ആവശ്യം മറ്റുള്ളവർക്ക് അനാവശ്യമായിട്ട് തോന്നും, അവരുടെ ആവശ്യം നമുക്ക് അനാവശ്യമായിട്ട് തോന്നും. അതാണല്ലോ നമ്മൾ പഠിക്കേണ്ടത്, അല്ലേ? അന്നേരം ഇപ്പം നമ്മുടെ സമയം സദുപയോഗം ചെയ്യപ്പെടുകയാണ്, സദുപയോഗമാണിത്. പക്ഷെ നേരത്തെ സമയത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് ഒരുപാട് സമയമുണ്ട്, ആ സമയത്തെ കൂടുതൽ ഭഗവാന് വേണ്ടി ഉപയോഗിക്കാം. കാരണം ഏത് നിമിഷമാണ് നമ്മുടെ അവസാനത്തെ നിമിഷവും നമുക്ക് അറിഞ്ഞൂടല്ലോ. ഇപ്പം 2025, 2026 നമ്മൾ കാണുമോ എന്നറിഞ്ഞൂടാ നമുക്ക്, അല്ലേ? അടുത്ത ദിവസം പോലും ഉണ്ടാകുമോ എന്നറിഞ്ഞൂടാ. അന്നേരം ആ മരണം അടുത്തെത്തുന്നതിന് മുമ്പേ നമ്മൾ വെൽ പ്രിപ്പയർഡ് ആയിരിക്കണം. എപ്പോഴാണ് നമ്മുടെ അടുത്ത ദിവസം, അടുത്ത അവസാനത്തെ നിമിഷം നമുക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ട് ഏതൊരു നിമിഷത്തെയും അവസാന നിമിഷമായി കണ്ടുകൊണ്ട് നമ്മുടെ BP, ഷുഗർ അതൊക്കെ ഓർത്ത് ടെൻഷൻ അടിക്കാതെ അയ്യോ BP കയറി, അയ്യോ അങ്ങനെ ഒന്നും പറഞ്ഞ അയ്യോന്നേ പറയരുത്. അയ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആചാര്യന്മാർ പറയുന്നു അത് കാലൻ്റെ യമരാജൻ്റെ ഭാര്യയുടെ പേരാണ് അയ്യോ. അന്നേരം തവളയെ പോലെ തവള ഇങ്ങനെ ഇങ്ങനെ വിളിക്കുമ്പോൾ എവിടെയോ പോകുന്ന പാമ്പ് തവളയെ അന്വേഷിച്ച് വരുമെന്നുള്ളത്. അതേപോലെ വെറുതെ ഈ യമരാജൻ്റെ ഭാര്യ എന്തിനാണ് വിളിക്കുന്നത്, അല്ലേ? നമ്മൾ ഭഗവാന്റെ നാമം ജപിക്കൂ, ഹരേ കൃഷ്ണ. BP കൂടി, നന്നായി ഭഗവാനെ, ഹരേ കൃഷ്ണ, വലിയ ഉപകാരം. BP കുറഞ്ഞു, വലിയ ഉപകാരം, ഹരേ കൃഷ്ണ. ഇനി ഒരു നിമിഷമേ ഉള്ളൂ, ഹരേ കൃഷ്ണ, വലിയ സന്തോഷം. ഇനിയും കുറേ വർഷങ്ങളുണ്ട്, സന്തോഷം, കുറേ കൂടെ സേവനങ്ങൾ ചെയ്യാമല്ലോ. ഇനി 1 വർഷമുണ്ട്, സന്തോഷം, ഹരേ കൃഷ്ണ. ശരീരത്തിന്റെ അവയവങ്ങൾക്ക് പ്രശ്നമുണ്ട്, ഹരേ കൃഷ്ണ, സന്തോഷം. ഇനി ഒന്നും ചെയ്യണ്ടല്ലോ, ഒരിടത്തിരുന്ന് ജപിക്കാൻ. ഏത് സാഹചര്യത്തെയും ഭക്തിക്ക് അനുകൂലമാക്കി മാറ്റുക. അപ്പോൾ പിന്നെ എന്തിനാ ടെൻഷൻ, എന്തിനാ പേടി, അല്ലേ? നമ്മൾ ഈ പേടിച്ച് ഇഞ്ചിഞ്ചായിട്ട് ചാവുന്നതിനെക്കാട്ടി നല്ലത് സ്വമേധയാ അങ്ങ് ശരീരം ഉപേക്ഷിക്കുക. ആത്മഹത്യ ചെയ്യാനല്ല, ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ശരീരത്തെ ഉപേക്ഷിക്കുക. ശരീരമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യത്തെയും അത്ര സീരിയസ് ആയിട്ട് എടുക്കണ്ട. മരുന്ന് കറക്റ്റ് സമയത്ത് കഴിക്കുക, ഭക്ഷണം കഴിക്കുക, എല്ലാം ഓക്കെ, സമയത്തിന് വിശ്രമിക്കുക. കൂടുതൽ ടെൻഷൻ അടിക്കരുത് ശരീരത്തെക്കുറിച്ച് ഓർത്ത്. എന്തൊന്നും ആവട്ടെ, വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് നമ്മൾ പഠിക്കണം. മരുന്ന് കഴിക്കുകയും ചെയ്യണം, ഭക്ഷണം കഴിക്കുകയും വേണം. ചില ഭക്തരുണ്ട്, ഇനിയിപ്പോൾ ഞാൻ ഭക്തിയിലാണ്, ഇനി മരുന്ന് കഴിക്കേണ്ടത്.
നമ്മൾ പരിശുദ്ധ ഭക്തരല്ല. ഇപ്പോഴും ഉള്ളിൽ പല ഭൗതിക ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് എന്താവുമെന്ന് അറിയത്തില്ല. ഇനി മരുന്ന് കഴിക്കാതെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളായി കഴിഞ്ഞാൽ അതിലും ഭഗവാൻ ഇട്ട് കുറ്റം പറയും. ഞാൻ 16 മാല ജപിച്ചിട്ട് ഈ അസുഖമൊക്കെ വന്നല്ലോ ഭഗവാൻ, അങ്ങ് എന്താ ചെയ്തുകൊണ്ടിരിക്കുക? ഭഗവാൻ പറയും, ഞാനെന്ത് ചെയ്തു? നിങ്ങൾ ഓരോന്നും ചെയ്തു വെച്ച് നിങ്ങൾ ഓരോന്നും കഴിക്കുമ്പോൾ ആലോചിച്ചില്ല, വായി തോന്നുന്ന കണ്ണിൽ കാണുന്ന എല്ലാം എടുത്ത് കുത്തി കയറ്റി അകത്ത് ചവച്ചതും ഇല്ല, ദഹിച്ചിട്ടും ഇല്ല, എല്ലാം കൂടെ അകത്ത് എന്നിട്ട് പ്രശ്നമാക്കിയിട്ട് രോഗമാക്കി, എന്നിട്ട് ശരീരത്തിൻ്റെ എല്ലാ എന്താ പറയുന്ന പ്രവർത്തനങ്ങളും ഇതായതിനു ശേഷം ഭക്തിയിൽ വന്നു. പിന്നെ ജമ്മാല പിടിച്ചിട്ട് ഇത്രയൊക്കെ റിപ്പയർ ചെയ്യാൻ ഞാൻ ആരാ നിങ്ങളുടെ ഭഗവാൻ അങ്ങനെയൊന്നും പറയത്തില്ല. പക്ഷെ എന്തായാലും നമ്മൾ ഈ ലോകത്ത് ഇരിക്കേണ്ടവരല്ലല്ലോ, എന്തായാലും ഒരു ദിവസം പോവേണ്ടവരല്ലേ. എത്രയും നേരത്തെ പോകും അത്രയും നല്ലത്. അന്നേരം അതിനുവേണ്ടി എന്നെ കൊല്ലൂ എന്നല്ല പ്രാർത്ഥിക്കേണ്ടത്. മരിച്ചാലും ഓക്കെ, ജീവിച്ചാലും ഓക്കെ, ഇനി അടുത്തൊരു ജന്മം ഉണ്ടെങ്കിലും ഓക്കെ, ഇനി ഭഗവാന്റെ ലോകത്ത് പോകണമെങ്കിൽ അവിടെയും സേവനം ഇവിടെയും സേവനം, പിന്നെ എന്ത് വ്യത്യാസമാണുള്ളത്? എല്ലായിടത്തും ഭഗവാനെ കാണുന്ന വ്യക്തികൾക്ക്, എല്ലാത്തിലൂടെയും ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട് കാണുന്ന വ്യക്തി, അന്നേരം എല്ലായിടത്തും ഭഗവാനെ കാണുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തമായിട്ട് നമുക്ക് എല്ലായിടത്തും ഭഗവാനെ കാണാൻ പറ്റുന്ന യോഗ്യത കാണത്തില്ല. അത് ശ്രീല പ്രഭുപാദി അതിമനോഹരമായിട്ടൊരു ഉദാഹരണം നൽകുന്നുണ്ട്. ഈ ഇടയ്ക്ക് നമ്മുടെ ഒരു വീഡിയോയിലും, ഗോലോകൻ TV കുട്ടികൾ റെഡിയാക്കിയ ഒരു വീഡിയോയിലും അത് മനോഹരമായിട്ടത് പറഞ്ഞു. അതായത് പ്രഭുപാദി അടുത്ത് ശിഷ്യർ ചോദിച്ചു, എല്ലായിടത്തും ഭഗവാൻ എങ്ങനെ കാണാമെന്ന്. അന്നേരം ഭഗവാനുമായിട്ട് ബന്ധപ്പെടുത്തി കാണുക എല്ലാത്തിനും. ഇത് ഭഗവാന്റേതാണ്, ഈ സൃഷ്ടി ഭഗവാന്റേതാണ്. അതിന് ഉദാഹരണം പ്രഭുപാദി നൽകുന്നു, കണ്ണടയുടെ ഉദാഹരണം. ഈ കണ്ണട കാണുമ്പോൾ നിങ്ങൾക്ക് എന്നെ ഓർമ്മ വരുന്നില്ലേ? കാരണം ഇത് എൻ്റെ കണ്ണടയായതുകൊണ്ട്. അതേപോലെ ഈ ലോകം ഭഗവാന്റേതാണ്. നമ്മുടെ ഗുരുവായൂരപ്പൻ്റെയാണ് ഈ ലോകം, ശ്രീമതി രാധാറാണിയുടെയാണ് ഈ ലോകം. അങ്ങനെ ഭഗവാനുമായിട്ട് ബന്ധപ്പെടുത്തി ഈ ലോകത്തിലുള്ള എല്ലാ വസ്തുവകളെയും കാണുക. അപ്പോൾ നമുക്ക് ഭഗവാനെ എല്ലായിടത്തും കാണാൻ പറ്റും എന്ന് പറയാം. സോ അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കുക. ഓക്കെ, അതാണ് ഇന്നത്തെ സത്സംഗത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത്. ഇനി നാളെ രാവിലെ 7 മണിക്ക് നമുക്ക് കാണാം. ഇന്നലെ എൻ്റെ സ്വന്തം ഗുരുവായൂരപ്പ എന്ന് പറയുന്ന വീഡിയോ സീരീസിൽ ഗർഗഭാഗത്തിൽ നിന്നുള്ള രാസലീല ഭാഗം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ മനോഹരമാണ്. നമ്മുടെ ഭാഗവത്തിൽ നിന്നും വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ് അതിൽ രാസലീലയെക്കുറിച്ച് വർണ്ണിച്ചിരിക്കുന്നത്. ഒരുപാട് സാമ്യമുണ്ട്, പക്ഷേ അത് രാസലീല നടക്കുന്ന ആ സമയവും അതിൻ്റെ സാഹചര്യങ്ങളും ഒക്കെ കുറച്ച് വ്യത്യസ്തമായിട്ട് പറയുന്നുണ്ട്. കുറച്ചും കൂടെ ഒരു മാധുര്യം അതിനകത്തുണ്ട്. അത് എല്ലാവരും, ഞാൻ സസ്പെൻസ് പൊളിക്കുന്നില്ല, എല്ലാവരും നേരിട്ട് അത് കേൾക്കുക കേട്ടോ. ഹരേ കൃഷ്ണ. ഇനി നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാം. ഇന്ന് വൈകിട്ട് ഗർഗഭാഗവത്തിൻ്റെ അടുത്ത വീഡിയോ അപ്ലോഡ് ആവുന്നതായിരിക്കും. ഹരേ കൃഷ്ണ.